ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26, 27, 28, 29 വാക്യങ്ങളിൽ 4 ചിന്തകളാണ് അതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇനി ഒരിക്കൽ അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. ഒടുവിൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇളകുന്ന ഒരു രാജ്യം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഏതാണ് ആ ഇളകുന്ന രാജ്യമെന്ന് വ്യക്തമാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയാണ് ഇളകുന്ന രാജ്യം. അപ്പോൾ ഇവിടെ ആകാശഭൂമിയെല്ലാം ഇളകും, അത് വ്യക്തമാക്കുകയാണ് ഇളകുന്ന രാജ്യം. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇളകുന്ന രാജ്യത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, ഇത് ഇളകുന്ന രാജ്യമാണെന്ന് പറഞ്ഞ് നമ്മെ ആശങ്കപ്പെടുത്തുന്നില്ല. ഇവിടം വിട്ടു പോയാലും ഇളകാത്ത ഒരു രാജ്യമുണ്ട് എന്ന് വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇത് ഇളകുന്ന രാജ്യമാണെങ്കിലും വേറൊരു സ്ഥലമുണ്ട് ഇളകാത്ത രാജ്യം. വരികൾ പാടണം. ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ, ഇളകാത്ത രാജ്യമാ സിയോനിൽ സ്വന്തമാ, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകനൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ സുവിശേഷ യോഗങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷേ ഞങ്ങളിവിടെ 9-9:15 പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ വിതറുന്ന ദൈവവചനം എന്ന വിത്തിൻ്റെ മേൽ മഞ്ഞും മഴയും അയച്ച് അതിൻ്റെ മോടം പൊട്ടിച്ച് പുതിയ മുളകൾ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ഉടമസ്ഥൻ്റെ കരങ്ങളിലേക്ക് ഈ വിത്തുകളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അല്പം ചുമയുണ്ട്, 1.5 മാസമായി അതങ്ങനെ ഉണ്ട്. എല്ലാ ദിവസമൊക്കെ മീറ്റിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതങ്ങനെ കിടന്നോട്ടെ. അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാ ചുമയ്ക്കും കൂടെ ഒരു വലിയ സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. കഴിഞ്ഞ രാത്രിയിലൊക്കെ വളരെ ശക്തമായിട്ട് നമ്മൾ ദൈവവചനം കേട്ടതാണ്. ഇന്ന് രാത്രിയിൽ ഇളകുന്ന രാജ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ രാജ്യമാണ് ഇളകുന്ന രാജ്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഇളകിത്തെറിച്ച് ഇവിടെ നിന്ന് പോകും. ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് പ്രസംഗം തുടങ്ങിയിരിക്കുന്നൊരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുകയാണെന്നുള്ളത്. ഞാൻ ഈ കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ വർഷങ്ങളായിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എൻ്റെ അറിവിൻ്റെ പരിമിതി നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ്. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഈ സഭയിൽ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോഴൊക്കെ കർത്താവിൻ്റെ വരവാണ് ആദ്യം പ്രസംഗിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, എന്നോട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ചെറിയാൻ, കോട്ടയത്തെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിരുന്ന IPCയുടെ പാസ്റ്റർ മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടോ, നീ എവിടെ ചെന്നാലും ആദ്യം യേശുവിൻ്റെ പുനരാഗമനം പ്രസംഗിച്ചേക്കണം എന്ന് പറയാറുണ്ട്. ആ പിതാവിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആളുകൾക്ക് വളരെ പ്രത്യാശ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. യേശു വരുന്നു എന്നൊക്കെ പറഞ്ഞാലൊക്കെ മലര് പൊട്ടുന്ന പോലെ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറയുന്ന
അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും ഒക്കെ ഞാൻ ഈ സമയത്ത് ഓർത്ത് നോക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ പെങ്ങൾ അമ്മായിയൊക്കെയാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. എൻ്റെ അമ്മായിയുടെയൊക്കെ പാസ്റ്റായിരുന്നു ഇവിടെ ഇരിക്കുന്ന പാണൻകുഴിയിലൊക്കെ ഉണ്ടായിട്ടുള്ള പാസ്റ്റൊക്കെ, രാജു പാസ്റ്റൊക്കെ. ഞാൻ ഓർക്കാറുണ്ട്, അമ്മായിയോടൊക്കെയാണ് അത് പറയുന്നെങ്കിൽ അമ്മായി എത്ര ഹല്ലേലൂയ എത്ര ഉച്ചത്തിൽ പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. മൂന്നാമതൊരു കാര്യം, ഞാൻ എപ്പോഴും ഈ ഇടയ്ക്ക് ഞാൻ കടന്നു പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, എൻ്റെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ടൊക്കെയാണ് ഇത് തീർത്ത് ആദ്യം തന്നെ വരുമ്പോൾ പറയണം എന്ന് മനസ്സിൽ ചിന്തിക്കാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ഇനി അധികം കാലങ്ങൾ ഇല്ല യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് എന്നുള്ളത് വിശ്വസിക്കുവാൻ തക്ക നിലവാരത്തിലേക്ക് ചില ചിന്തകൾ ഇന്ന് രാത്രി കോറിയിടുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ പറയുന്ന, അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി, ഇനി ഒരിക്കൽ അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും എന്ത് ചെയ്യും, ഇളക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശത്തിനും ഭൂമിക്കും ഇളക്കം സംഭവിക്കും. ഭൂമി ഇളകുന്നതിനെ കുറിച്ച് ഞാൻ ഇനി പറയാൻ നിൽക്കുന്നില്ല. ഈ ഭൂമിയെ പല പ്രാവശ്യം ദൈവം ഇളക്കി നശിപ്പിച്ച പല സന്ദർഭങ്ങൾ, അതിനെ പുതുക്കിപ്പടുത്ത ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഒരു വെള്ള ഷർട്ട് മുഷിഞ്ഞു എന്ന് കണ്ടാൽ അത് നമ്മൾ കഴുകാറുണ്ട്. പെട്ടെന്ന് മുഷിയും. ഞങ്ങളുടെയൊക്കെ ആണെങ്കിൽ കൂടി വന്നാൽ 1 വർഷമൊക്കെയാണ് വെള്ള ഷർട്ടിനൊക്കെ ആയുസുള്ളൂ. പ്രസംഗിച്ച് വിയർത്ത് അതൊന്നും പിന്നെ കഴുകിയാലൊക്കെ പെട്ടെന്നൊക്കെ കീറിപ്പോകും. അപ്പോൾ അത് പെട്ടെന്ന് കളറൊക്കെ മങ്ങും. ഒരു കാര്യം ചെയ്യാറുണ്ട്, അതിന് സൂപ്പർ വൈറ്റൊക്കെ മുക്കി വളരെ മനോഹരമാക്കി തരാറുണ്ട്. കുറേ കാലയളവിലാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള നമ്മളിപ്പം ഈ പുതുക്കപ്പെട്ട ഭൂമിയിലെ ആദ്യ മനുഷ്യനായ ആദാം മുതൽ ഇതുവരെ 6019 കൊല്ലമേ ആയിട്ടുള്ളൂ. ശാസ്ത്രീയമായി വലിയ അബദ്ധമാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവിടെ പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കങ്ങൾ പറയുന്നുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം പറയുന്ന ഒന്നാണ് ദിനോസറുകളുടെ ഫോസിലുകൾ. അപ്പോൾ ഇവിടെ ആയിരക്കണക്കിന്, നമുക്കറിയാം നമ്മുടെ മോഹൻജാദര ഹാരപ്പ സംസ്കാരം 4500 BC 5500 കാലയളവിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാവസ്തു ഗവേഷകന്മാർ കണ്ടെടുക്കുന്ന പുരാതന പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങളും ദിനോസറിൻ്റെ ഫോസിലൊക്കെ കണ്ടെടുക്കുമ്പോൾ ആകപ്പാടെ 6019 കൊല്ലമേ ആയിട്ടുള്ളൂ മനുഷ്യൻ എന്ന് നമ്മൾ പറയുമ്പം പെന്തക്കോസ്തുകാർക്ക് വിവരം കുറച്ച് പോരാ എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഈ വേദഭാഗം ചിന്തിക്കുമ്പോഴാണ് ശാസ്ത്രം പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നും ആദാമിന് മുൻപുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ ഭൂമിയെ ദൈവം വെള്ളത്താലിട്ട് പാപം ചെയ്ത് മലീമസമാക്കി ഈ ഭൂമിയെ വെള്ളത്താലിട്ട് കഴുകി വളരെ നന്നാക്കി അതിനെടുത്തതിന് ശേഷമാണ് ആദാമിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ റീപ്ലനിഷ് എന്ന വാക്കൊക്കെ വരാനുള്ള കാരണമെന്ന് നമുക്കറിയാം. വീണ്ടും നിറയുവിൻ. അപ്പോൾ അത് ദൈവം പറഞ്ഞു, ഇതിനെ ഞാനൊന്ന് കഴുകിയതാണ്. നമ്മൾ തുണി കഴുകുന്ന പോലെയല്ല, ദൈവം കഴുകി കഴിഞ്ഞാൽ എല്ലാ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയാക്കി ആദാമിന് കൊടുത്തിച്ച് പറഞ്ഞു, ഇതിനെ വൃത്തിയായി സൂക്ഷിക്കണം, മര്യാദയ്ക്ക് ഇത് കൊണ്ടു നടക്കണം. പറഞ്ഞു തീർന്നില്ല. കരാറിൽ ഒപ്പുവെച്ച് മഷി ഉണങ്ങും മുമ്പ് വെടിപൊട്ടി എന്ന് പറയുന്ന പോലെ ഉൽപ്പത്തി 1-2 അധ്യായങ്ങളിൽ ഇത് പറയുന്നു. 6-ാം അധ്യായം ആയപ്പോഴേക്കും ഭൂമിയിൽ പാപം വീണ്ടും പെരുകി. അപ്പോൾ ഈ ഭൂമിയെ ദൈവം വീണ്ടും വെള്ളത്തിലിട്ട് കഴുകുന്ന രംഗമാണ് നോഹയുടെ കാലഘട്ടത്തെ പെട്ടകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അരരാത്തിൻ്റെ മുകളിൽ വരെ വെള്ളം കയറി എല്ലാം മുക്കി റെഡിയാക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാതരം സിഫാൻഷനോ പൊടിയൊക്കെ ഇട്ട് മുക്കി നോഹയ്ക്ക് കൊടുത്തേച്ച് പറഞ്ഞു, ഇനി ഇതിനെ നിങ്ങൾ ഇനി മലിമസമാക്കരുത്. കാരണം 2 പ്രാവശ്യം ഞാനിത് കഴുകി കഴിഞ്ഞു. നമുക്കറിയാമല്ലോ 2-3 പ്രാവശ്യമൊക്കെ കഴുകുമ്പം പിഴിയുന്ന സമയത്തൊക്കെ പിഞ്ചി പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇനി ഞാൻ ഈ ഭൂമിയെ പിഴിയുകയില്ല. കാരണം 2 പ്രാവശ്യത്തെ പിഴിയിലോടുകൂടെ ഏതാണ്ടൊക്കെ തീരാനുള്ള വട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ പിഴിയൊന്നും പോകുന്നില്ല. ഇനി ഇതിനെ നിങ്ങൾ പാപം ചെയ്ത് മലീമസമാക്കിയാൽ എന്ന് പറഞ്ഞാൽ ലൂസിഫർ ഭൂമിയിലേക്ക് വന്നപ്പോൾ ചെയ്ത പാപം എന്താണോ, നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പാപങ്ങൾ എന്താണോ, ഈ പാപങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെട്ടാൽ ഈ ഭൂമിയെ ഞാൻ ഇനി വെള്ളത്തിനകത്തിട്ട് നശിപ്പിക്കുകയില്ല. ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പിന്നെ എന്തു ചെയ്യും? ഞാനിത് കഴുകാൻ നിൽക്കുകയില്ല, ഞാനിതിനെ കത്തിച്ചു കളയും. കത്തിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരാകാശവും പുതിയ ഭൂമിയും ഇവിടെ സ്ഥാപിക്കും. അതിനകത്തോട്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന ആളുകൾ, രക്ഷിക്കപ്പെട്ടവരെ അതിലേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യം ഇവിടെ സ്ഥാപിതമാകും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നോഹയുടെ കാലം പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാനിവിടെ വന്ന് പ്രസംഗിച്ചു പോയ, ചെങ്കുളത്തൊക്കെ വന്ന് പ്രസംഗിച്ചു പോയ കാര്യമുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെയാണ് ഇപ്പം മനുഷ്യപുത്രൻ്റെ വരവും. എന്താ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? 1,
വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അതിപ്പോഴൊക്കെ ഏതാണ്ട് ശരിയല്ലേ? നമ്മുടെ യോഗങ്ങളെക്കാൾ പ്രധാനം യോഗം കഴിഞ്ഞിട്ടുള്ള ശാപ്പാടിനാണ്. അതുകൊണ്ട് നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, 21 ഇരുന്ന് കഴിഞ്ഞാൽ ആരുമില്ല, തുടങ്ങാൻ നേരത്തെ ഉപദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ അവസാനത്തെ 3 ദിവസമാണ് സഭക്കോറം തികഞ്ഞ് ഉപവസിക്കുന്നത്. അതാണെങ്കിൽ വ്യാഴാഴ്ച രാത്രി പോയി 4 പൊറോട്ടയും 2 ബീഫൊക്കെ അടിച്ചിട്ട് വന്നിട്ട് വെള്ളിയാഴ്ച ബാത്റൂമിൽ പോലും പോകാതാണ്. പിന്നെ ശനിയാഴ്ചത്തെ ഉപവാസം കൂടെ തികച്ച് ഞായറാഴ്ച കഞ്ഞിയും പയറും കുടിക്കുന്നു. ഈ ആകപ്പാടെ 3 ദിവസം ഉപവസിച്ചവനെ എങ്ങനെ തിരിച്ചറിയാം? വളരെ സുതാര്യമാണ്. 21 ഇരുന്ന് ഉപദേശിക്കുക, കഞ്ഞി ഇറങ്ങത്തില്ല, വെള്ളം ഇറങ്ങത്തില്ല, ഭാര്യ കോരി കൊടുക്കുന്നു, ഒന്നും വേണ്ടടി, തൊണ്ടയൊക്കെ പൊട്ടിയിരിക്കുകയാണ്, അച്ചാച്ചോ കഞ്ഞിവെള്ളം കുടിക്കുക, 4 മണിക്ക് 2 വറ്റ് തിന്നാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 ദിവസം ഇരുന്നവനെ കണ്ടാൽ അറിയാം, അവൻ 1.5 കിലോ അരിയുടെ കഞ്ഞി, 1 കിലോ വാഴയ്ക്ക തോരനും 100 ഗ്രാമിൻ്റെ അച്ചാറൊക്കെ വെട്ടി അങ്ങോട്ട് പാത്രത്തിലോട്ട് ഇടുക. അപ്പം അങ്ങനെ ഈ പ്രാർത്ഥനയേക്കാൾ വലുത് അതിന് ശേഷമുള്ള പിന്നെ ഭക്ഷണത്തോട് ആളുകൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ഈ പറഞ്ഞത് കുടുംബയോഗങ്ങൾക്ക് പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ പിസ്സ ഉണ്ടോ എന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. അത് ഉണ്ടെങ്കിൽ പാസ്റ്റർ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, പിന്നെന്താണ് പിസ്സ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങൾ യോഗത്തിന് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണത്തോടുള്ള ആളുകളുടെ അമിതമായ ഒരു പ്രാധാന്യത്തിലേക്ക് നമ്മൾ വരികയാണ്. തിന്നുക, കുടിക്കുക, അതിനുവേണ്ടി എന്തും ചിലവഴിക്കുന്ന. ഇപ്പോൾ ഈ രാജ്യസ്നേഹത്തോട് ആളുകൾക്ക് ഉള്ളതിനേക്കാൾ മതസ്നേഹങ്ങളൊക്കെ വിട്ടുകളഞ്ഞിരിക്കുന്നു. രാജ്യസ്നേഹം, അതുപോലെ വിദേശത്തുള്ള ആളുകളെ കല്യാണം കഴിക്കുക, അതൊക്കെ ഒരു പ്രത്യേക പദവിയായിട്ടും പത്രത്തിലൊക്കെ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് വിമർശിക്കുവാൻ അധികാരമില്ല. പക്ഷേ നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന ഒത്തിരി കല്യാണങ്ങളെ വളരെ വേദനയോടെ ഞാൻ കാണാറുണ്ട്. കാരണം ആത്മീക രംഗത്തുള്ള പിള്ളേരൊക്കെ ഇപ്പം അനാത്മീകരായ ആളുകളെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവരെ വിവാഹം കഴിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺവെൻഷൻ വേദിയാണെങ്കിലും പറയട്ടെ, നമുക്കങ്ങനെ കല്യാണം കഴിക്കാനുള്ള വ്യവസ്ഥ ദൈവവചനപ്രകാരത്തിൽ ഇല്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ വിവാഹം കഴിക്കേണ്ട എന്നല്ല, രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനപരമായൊരു ഉപദേശമാണ്. ആ ഉപദേശത്തെ കടമുഴുക്കിക്കൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നത്തെ തലമുറകൾ മുന്നേറുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. നമ്മുടെ പിള്ളേർ പറയുന്നത്, ആത്മാവിനെയും കൂടെ രക്ഷിക്കാമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു കൊച്ചേ, കാട്ടാനെ കുഴി ചാടിയാൽ കാട്ടുപോത്തി എന്നാൽ കയറുമെന്നുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് നിന്നെ അവൻ പിടിച്ച് ആ കുഴിയിലോട്ട് വലിച്ചിടാതിരുന്നേച്ചാൽ മതി. അതുകൊണ്ട് കാട്ടാനെയാണോ കുഴി ചാടിയിരിക്കുന്നത്, കാട്ടുപോത്തിൻ്റെ ബലമുള്ളതെന്ന് പറഞ്ഞാലും കയറ്റാനൊക്കത്തില്ല, നീ അങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്. പിന്നെ മക്കളോട് ഞാൻ തീർത്തൊരു ഉപദേശം പറയാറുണ്ട്. ഞാൻ 36 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ഞങ്ങൾ ഈ പുറയിരിക്കുന്ന ആളുകളൊക്കെ ഉപദേശിമാരൊക്കെ 10, 30, 40, 50 കൊല്ലമൊക്കെ വിശ്വാസത്തിൽ വന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുവിധം പോരാട്ടങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. പിശാചിൻ്റെ പോർവിളികളും അവൻ്റെ കുന്തമുനകളൊക്കെ ഞങ്ങൾ ഏകദേശം എന്താണെന്നൊക്കെ മനസ്സിലായി, തന്ത്രങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മടുത്തു ഞങ്ങളോടൊക്കെ. കാരണം ഇനി അവൻ്റെ ആയുധങ്ങൾ ഇവിടെ ഫലിക്കത്തില്ല എന്നവനറിയാം. രോഗം തന്നാലും ഭാരങ്ങൾ തന്നാലും പ്രയാസങ്ങൾ തന്നാലും കൈപ്പേറിയ കഷ്ടതയുടെ കണ്ണുനീർ ഞങ്ങൾ കുടിച്ചാലും ഈ കലപ്പയിൽ നിന്ന് ഞങ്ങൾ കൈയെടുക്കില്ല എന്നവന് ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം അടച്ചു വെപ്പിക്കാൻ, ഞങ്ങൾ തുറന്നു പിടിച്ച ഈ പുസ്തകം അടച്ചു വെക്കാൻ ഒറ്റ മാർഗമാണ് അവൻ ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്: തലമുറകളെ തൊടുക എന്നുള്ളതാണ്. അവർക്ക് വിശ്വാസമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആഴമേറിയ സംഭവങ്ങളോ കാണണമെന്നില്ലല്ലോ. അബ്രഹാമിന് പോലും ഹൃദയം വേദനിക്കാൻ ഇസ്ഹാക്കിനെ തൊട്ടേ പറ്റത്തുള്ളൂ ദൈവം തീരുമാനിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും നിങ്ങൾക്കങ്ങനെ തോന്നാനുള്ള കാരണം ദൈവികമല്ല, അത് പൈശാചികമാണ് എന്ന് പറയുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനത് വിശദീകരിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. കാല് പിടിച്ചൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. 10, 30, 40, 50 കൊല്ലമായി ചർച്ചകളുടെ ഒരു പൊത്തുപോലെ ഇരിക്കുന്ന പാൾ സ്റ്റേജുകളിൽ താമസിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒറ്റ പാൻറ്റും കറുത്ത പാൻറ്റും വെള്ള ഷർട്ട് ഇടുമ്പം അത് ഏറ്റവും സുതാര്യവും നല്ലതുമാണ് ചിന്തിക്കരുത്. ഒരു കാര്യം, ഇത് കഴുകണ്ടല്ലോ, എത്ര നാൾ കഴിഞ്ഞാലും കഴുകിയാലും ആരും അറിയത്തില്ല. ഷർട്ട് 2-3 ഉള്ളെങ്കിലും ഒത്തിരി ഷർട്ടുണ്ടെന്ന് വിചാരിച്ചോളും. അങ്ങനെയൊക്കെ ഈ യൂണിഫോമിലേക്ക് മാറി ഇല്ലാത്ത സ്വത്രക്കാഴ്ച ചരതിച്ച് വെച്ച് നിങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നിട്ട് ഇത്രത്തോളം ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഞങ്ങളെ ഹൃദയം കൊണ്ട് വേദനിപ്പിക്കരുത്, അത് നിങ്ങൾക്കൊരു ശുഭകരമായിരിക്കുകയില്ല എന്ന് ഒരപേക്ഷ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നോഹയുടെ കാലഘട്ടത്തിൽ അതുപോലെ നോഹ സുവിശേഷം പ്രസംഗിച്ചു, ആരും കേട്ടില്ല. അതുപോലെ ആ പെട്ടതിനൊരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ, അത് യഹോവ അടയ്ക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലേക്ക്, അതായത് നോഹയുടെ കാലഘട്ടത്തിലുള്ള പാപം എന്താണോ ആ കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ ലോകം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്ത് പാപമാണോ വരാനുള്ളത്? ഇനി എടുത്തു പറയത്തക്ക ഒരു പാപവും വേദപുസ്തകത്തിൽ റോമാലേഖനം അടക്കമുള്ള ലേഖനങ്ങളിൽ സുവിശേഷങ്ങളിലൊക്കെ ആയിട്ട് 7 സ്ഥലത്ത് 8 സ്ഥലത്ത് പാപത്തിൻ്റെ പട്ടികകൾ കാണാൻ പറ്റും. ഈ എല്ലാ സ്ഥലത്തുള്ള പാപത്തിൻ്റെ പട്ടികകൾ 53 പാപങ്ങളുണ്ട്.
53 പാപങ്ങളും ഇന്ന് ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ സുതാര്യമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 53 അല്ല 530 പാപങ്ങൾ ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇനിയും ഈ ഭൂമി അധിക നാൾ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധം ആദാമിൻ്റെ കാലത്തിന് മുൻപുണ്ടായിരുന്ന അതേ പാപത്തിൻ്റെ അവസ്ഥ, നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ പാപത്തിൻ്റെ അവസ്ഥ ഈ കാലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് 100% ശരിയാകുന്നത് കൊണ്ട് ഇനി അവൻ വെള്ളത്തിൽ ഇട്ട് നശിപ്പിക്കുന്നതിന് പകരമായി ഇത് ചുട്ടരിക്കുവാൻ കാലമായിരിക്കുന്നു, സമയമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പത്മോസിന്റെ പാറപ്പുറത്ത് മുട്ടുമടക്കിയ യോഹന്നാന്റെ ആത്മീക നേത്രങ്ങൾ അന്ന് കണ്ട ആ പുതിയ ആകാശം, പുതിയ ഭൂമി, അത് തുപ്പട്ടി പോലെ തൂക്കി നിർത്തിയിട്ട് കാലം കുറയായി. അത് ഇവിടെ ഇറങ്ങി വരുവാൻ ഇനി അധികം കാലങ്ങളില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞതിന്റെ സാരാംശം. അതിന്റെ സൂചനകളാണ് എബ്രായത്തിൽ പറയുന്നത്. അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. എന്തിന്? ഇളക്കമില്ലാത്ത നിലനിൽക്കുന്ന ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു. സൂചനകൾ, അതിന്റെ സൂചനകൾ എന്താണ്? ഈ വെള്ളപ്പൊക്കം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്താൽ നശിപ്പിക്കുമെന്നല്ല, പിന്നെന്താണ്? യഹോവ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെള്ളത്താൽ നശിപ്പിക്കില്ല, അതിന് എൻ്റെ വില്ല് ഞാൻ മേഘത്തിൽ വെക്കുന്നു. അപ്പോൾ ഉറപ്പല്ലേ? അപ്പോൾ നമ്മുടെ ആളുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ 15, 17 കാലഘട്ടങ്ങളിലൊക്കെ 16 വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മുടെ ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ലോകം അവസാനിക്കാൻ പോകുമെന്നാണ്. വെള്ളപ്പൊക്കത്താൽ ലോകം അവസാനിക്കുമെന്ന് വേദവസം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള ഈ കേരളത്തിൽ 3-4 ജില്ലകളിൽ മാത്രമുണ്ടായ വെള്ളപ്പൊക്കത്താൽ ലോകം അവസാനിക്കുമെന്ന് നമ്മളാരും ധരിച്ചു വെക്കരുത്. പക്ഷേ അതൊരു സൂചനയാണ്. സൂചന എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പണ്ടൊക്കെ ഞാൻ സമരം ചെയ്തൊരു കാലഘട്ടം ഓർക്കുന്നുണ്ട്. 43 ദിവസം വേങ്ങൂർ മാർക്കോമ ഹൈസ്കൂളിൽ, ഇവിടെയുള്ള വേങ്ങൂരല്ല, പെരുമ്പാവൂർ വേങ്ങൂർ ഞാൻ സമരം ചെയ്തു. ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് നടന്നില്ല. അവിടെ എൻ്റെ പേരൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്രത്തിൽ വന്നു. എനിക്കാണെങ്കിൽ രോമാഞ്ചം ഉണ്ടായിട്ട് നിൽക്കാനും വയ്യ. കാരണം 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ പേര് പത്രത്തിൽ വന്നതൊക്കെ പറഞ്ഞാൽ ഇനി ജീവിച്ചില്ലെങ്കിൽ എന്താണെന്നൊക്കെ ചിന്ത വന്നു. പക്ഷേ അതൊരു സുപ്രസിദ്ധിയല്ല, കുപ്രസിദ്ധിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ ഈ പള്ളിക്കൂടത്തിലൊക്കെ വിദ്യാർത്ഥിക്കും സമരം ചെയ്യുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കും, സൂചനയാണിത്, സൂചനയാണ്, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ. അങ്ങനെ ഒത്തിരി പേര് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കുരുത്തം കെട്ടവനായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാ. അല്ല, ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പോൾ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, അപ്പോൾ സൂചന എന്തിനാണെന്ന് മനസ്സിലായോ? പഠിക്കാൻ വേണ്ടി തന്നതാണ്. അല്ലാതെ കേരളത്തിൽ മാത്രം എന്തിനാ ഈ പ്രതിഭാസം? ഒരു കാലത്ത് നമ്മൾ വടക്കേന്ത്യയിലാണ് പ്രതിഭാസങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇപ്പോഴത്തെ സീമാന്ധ്ര, ഈ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ ഒരു പേരിട്ടിട്ടുണ്ട്, ദി സൗത്ത് ഇന്ത്യൻ ഫീൽഡ് എന്നാണ്. മലയാളത്തിൽ ഇന്ത്യയുടെ പച്ചപ്പുൽത്തകിടി, ഇന്ത്യയുടെ പരിച എന്നാണ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ ദക്ഷിണേന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല. ദേശീയ ദുരന്തങ്ങൾ, പ്രളയക്കെടുതികൾ, മഹാവ്യാധികൾ, ഇതൊന്നും എവിടെ സംഭവിക്കില്ല? ഇവിടെ സംഭവിക്കില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് CPI-യുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രി, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന KP രാജേന്ദ്രന്, അന്ന് കേന്ദ്രത്തിൻ്റെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ അംബരീഷ്, മരിച്ചുപോയല്ലോ, സുമലതയുടെ ഭർത്താവ്, അവർ കൊടുത്തൊരു കത്ത് അക്കാലങ്ങളിൽ മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കാലത്ത് ഈ സ്റ്റേറ്റുകൾക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ വിധി എഴുതിയിരുന്നു. മലയാളിയുടെ വീട്ടുമുറ്റത്ത് മാറാപ്പം കെട്ടിക്കൊണ്ട് മഹാരാഷ്ട്രക്കാരൻ വന്നിരിക്കുക. ഭുജിൽ, കച്ചിൽ കമ്പനമുണ്ടായി. കച്ചി തിരുപോലും കയ്യിൽ ശേഷിച്ചില്ല. നമ്മൾ പറഞ്ഞു, നീ വിഗ്രഹത്തെ സേവിക്കുന്നവനാ, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പായച്ചവരുണ്ട്. പക്ഷേ അന്ന് കൊടുത്ത കത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഇടിമിന്നൽ, ആത്മഹത്യ, കൊലപാതകങ്ങൾ, അക്രമ രാഷ്ട്രീയ സംഭവങ്ങൾ, അതുപോലെ തന്നെ മദ്യപാനം, തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ, പ്രളയക്കെടുതികൾ, ഭൂകമ്പം, ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്ര സ്ഥാനങ്ങളായി അന്ന് കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ 1 സംസ്ഥാനം എന്ന് പറയുന്ന കേരളമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തെളിവ് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം നമ്മുടെ നേപ്പാളിൽ കമ്പനമുണ്ടായാൽ അടുത്ത ബീഹാറിലാണ്, നേരെ ഡൽഹിയിൽ വെച്ച് പിടിച്ചു. പിന്നെ കമ്പനമുണ്ടാകുന്ന ഇടയ്ക്കുള്ള ഒരു സ്റ്റേറ്റിലും കമ്പനം ഉണ്ടാകുന്നില്ല, കുറേ വർഷങ്ങളായി. പിന്നെ ഉണ്ടാകുന്ന കേരളത്തിലാണ് കമ്പനം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ മനസ്സിലാക്കുന്നത്? കേരളത്തിൽ കമ്പനം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കാരണം പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലെന്നും പറഞ്ഞിരിക്കുന്നവരാണ് നമ്മളെല്ലാം. പക്ഷെ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ, അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ സൂചനകൾ മനസ്സിലാക്കുന്ന, ജലപ്രളയം ഒന്നും നാശത്തിൽ നിന്നും വേണ്ടി ഒരു സൂചനയാണ്. ജലപ്രളയം വന്നുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, ആളുകളുടെ
അഹങ്കാരങ്ങളൊക്കെ അങ്ങോട്ട് മാറി എന്ന് പറയുന്നതിന് യാതൊരു കുറ്റമില്ല കേട്ടോ. അത്രയേറെ ആളുകൾ കുറച്ചൊക്കെ ഒരു 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 താഴ്മയും വിനയൊക്കെ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ കമ്പനങ്ങൾ, ഈ ജലപ്രളയമൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ് ആദ്യമൊക്കെ ജലപ്രളയം ഉണ്ടായത് തന്നെ. എന്ന് പറഞ്ഞാൽ ചാലക്കുടി പുഴ നേരെ അങ്ങോട്ട് പൊങ്ങി കലാഭവൻ മണിയുടെ വീടടക്കം പ്രതിമ അടക്കം വെള്ളത്തിനടിയിൽ പോയി നേരെ തെക്കോട്ടും വെച്ച് പിടിച്ചു. നേരെ പെരിയാറ് പൊങ്ങി നേരെ വടക്കോട്ടും വെച്ച് പിടിച്ചു. ഈ രണ്ടിൻ്റെ നടുക്കാണ് അങ്കമാലി, കാലടി ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ആ ആദ്യത്തെ പ്രളയ സമയത്ത് ആദ്യം പ്രളയം ഉണ്ടായത് എവിടെയെന്നറിയാമോ? ഞങ്ങളുടെ അങ്കമാലി ഭാഗമൊക്കെയാണ് വെള്ളത്തിൽ, ചാലക്കുടിയൊക്കെയാണ് വെള്ളത്തിൽ പൊങ്ങിപ്പോയത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സൂചന കണ്ട് പഠിക്കാൻ കുറച്ച് കാര്യം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തമാശ രൂപത്തിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട്. എന്നോടൊരു അപ്പച്ചൻ പറഞ്ഞ ഒരു മറുപടി, ഒരു ചിന്ത എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പച്ചനോട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ പ്രസംഗം എല്ലാം ഞാൻ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും പെന്തിക്കോസിലേക്ക് വരില്ല. കാരണം നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ പ്രസംഗമൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ മുങ്ങലും പൊങ്ങലും ഒച്ചപ്പാടും ബഹളമൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പെന്തിക്കോസ് കോളിലോട്ട് ഞങ്ങൾ കയറി വരില്ല. അതൊക്കെ പറഞ്ഞെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ കടന്നൊരു വാക്ക് പറഞ്ഞത് ഇപ്പോഴും ഇടിവെട്ട് പോലെ അകത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റൊക്കെ മരിച്ചിട്ട് സഭാഹാളിനകത്ത് ഈ ഡെഡ് ബോഡി പൊതുദർശനത്തിന് വെച്ചാൽ പോലും ഞാൻ അങ്ങടേക്കില്ല. ഈ പെന്തിക്കോസുകാരുടെ സഭാഹാളായതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറി ഡെഡ് ബോഡി കാണാൻ പോലും വരില്ലെന്നാണ് പറഞ്ഞത്. ആര് ചത്തിട്ട്? അപ്പച്ചന് 86 വയസ്സുണ്ട്, എനിക്ക് 52 വയസ്സേ ഉള്ളൂ. അപ്പം അപ്പച്ചൻ പറയാണ്, ഞാൻ ചത്തിട്ട് എൻ്റെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി എവിടെ വരില്ല എന്ന്, ഇതിനകത്ത് കയറി വരില്ല എന്ന്. ഏതായാലും 15-16 ജലപ്രളയം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 10-12 ദിവസത്തെ മീറ്റിംഗ് ഒക്കെ ക്യാൻസലായി. മീറ്റിംഗ് വെക്കണമെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ, കാരണം ആളുകളൊക്കെ ആകെപ്പാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളോടെ മുന്നോട്ട് പോകുകയല്ലേ. അപ്പം ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് അവിടെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തുറന്നു കൊടുത്തു. ഞങ്ങളുടെ കുറട്ടിയിലുള്ള അമലോത്ഭ മാതാവിൻ്റെ പള്ളിയൊക്കെ തുറന്നു കൊടുത്തു. SNDP ഹാളുകൾ തുറന്നു കൊടുത്തു. ഞങ്ങളുടെ പെന്തക്കോസ്തുകാരുടെ സഭാ ഹാളുകൾ ദുരിതാശ്വാസ ക്യാമ്പിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. അങ്ങനെ കുറച്ച് അരിയും തുണിയും പയറും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ കയറി. അപ്പന്മാരൊക്കെ മക്കളെ കാണാൻ നിർവാഹമില്ല, അപ്പനും അമ്മയും എവിടാണെന്ന് പിള്ളേർക്കറിയത്തില്ല, മൊബൈലിൽ ചാർജില്ല. ആ സമയത്തൊക്കെ ഞാൻ ചർച്ചിച്ചെന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നും ഭാരപ്പെടണ്ട, ഇത് 2-3 ദിവസത്തിനകം ഈ പ്രതിഭാസമൊക്കെ മാറും. ഇതൊന്നും ലോകാവസാനമല്ല, നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ പറ്റും. അങ്ങനെ സമാധാനത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞൊരു 9:30 ഞാൻ പറഞ്ഞു, വേറെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ കൂടെ പോയി അവിടെയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് ഞാൻ പോവുകയാണ്. ജലപ്രളയം അവസാനമല്ലെന്നുള്ളതിൻ്റെ ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം ഒരപ്പച്ചൻ എന്നോട് പറയുന്നു, എവിടെ പോകാനാ പാസ്റ്റേ, പിള്ളേർ എവിടാന്ന് പോലും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പാസ്റ്റർക്ക് വലിയ ധൃതിയൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ പറഞ്ഞു. എവിടെയോ ഒരു പരിചയമുള്ള ശബ്ദം പോലെ എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ആരാ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പാസ്റ്റർ മരിച്ചിട്ട് ആ ഡെഡ് ബോഡി പെന്തിക്കോസ്തുകാരുടെ ഹോളിൽ വെച്ചാൽ അവിടെ ഞാൻ കയറി വരില്ല എന്ന് പറഞ്ഞ ഒരപ്പച്ചനുണ്ടല്ലോ, ആ അപ്പച്ചനാണ് ഇവിടെ കുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ കാര്യങ്ങൾ ഞാനതിനെ എൻ്റെതായൊരു ഭാഷയിൽ പറയാം. പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ദൈവം. പുറങ്കാല് കൊണ്ട് തട്ടിക്കളയുന്നതിനെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുവാൻ കരുത്തുള്ളവനാണ് ദൈവം. അധരങ്ങൾ കൊണ്ട് വേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ, ആക്രോശിച്ചു പറഞ്ഞാൽ, ഈ അധരങ്ങൾ കൊണ്ട് ഇത് വേണമെന്ന് പറയുന്ന ഒരു കാലം തൻ്റെ ജീവിതത്തിൽ വരും. ഈ ഉപദേശം ഞങ്ങളുടെ വീടിൻ്റെ പടി ചവിട്ടണ്ട എന്ന് പറഞ്ഞാൽ ആ ഉപദേശം ഒന്ന് വിളിച്ചോണ്ട് വാ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന ഒരു കാലം ജീവിതത്തിൽ വരുമെന്ന് ഈ വേദപുസ്തകം ദൈവവിശ്വാസിയെ ഗ്രന്ഥമല്ലെന്ന് പറഞ്ഞ് വലിച്ചു കീറി നോക്ക്. അങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ. നിന്റെ കീറിപ്പറഞ്ഞ നെഞ്ചിന്റെ പുറത്ത് ഈ വേദപുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു കാലം ഈ ചരിത്രത്തിൽ ദൈവം നിനക്ക് നൽകും. ഒന്നുകൂടെ പറഞ്ഞാൽ, ചരിത്രത്തിൽ കൂടെ നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ, പുച്ഛിക്കരുത്, പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് ദൈവമെന്ന് ഇന്ന് രാത്രി ലോകം മനസ്സിലാക്കണം, ദൈവമക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ചെന്നപ്പെട്ട ആളുകൾക്ക് പോകണമെന്നുണ്ടോ? ഒരുത്തനും പോകണമെന്നില്ല. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിക്കാരൻ്റെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അവൻ പറഞ്ഞ വയൽ നിങ്ങൾ കേട്ടില്ലേ? എടാ പ്രാഞ്ചിയെ, ഇവിടെ ഭയങ്കര സുഖാടാ, എടാ നമ്മളൊക്കെ ഈ മാട്ടിറച്ചി മാത്രമല്ലേ തിന്ന് ജീവിച്ചിട്ടുള്ളൂ, ഇവിടെ മാട്ടിറച്ചി ആട്ടിറച്ചിയാടാ തരുന്നത്, എന്തു സുഖാണ് ഇവിടെ. അവൻ്റെ അവസാനത്തെ വാക്കുകളോ നിങ്ങൾക്ക്? ഇന്നലെ കിട്ടി 3 ബനിയൻ, മിനിങ്ങാന്ന് കിട്ടി 4 കൈലിയുമുണ്ട്, പിന്നെയും വേറെ കുറേ സാധനങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ മയക്കിക്കടെ പറഞ്ഞ് വൃത്തികേടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് പറയാം, അവൻ്റെ അവസാനത്തെ പ്രാർത്ഥന നിങ്ങൾ കേട്ടോളൂ കേട്ടോ. അവൻ പറഞ്ഞ എൻ്റെ സ്വർലോകരാജ്ഞി, എൻ്റെ ആകാശരാജ്ഞി, അമലോത്ഭവ മാതാവി, നിത്യ കന്യകയെ, ഈ ദുരിതാശ്വാസ ക്യാമ്പ് അടയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. കണ്ടോ?
1 കിലോ ആട്ടിറച്ചിയും 2 കൈലിമുണ്ടും 3 ബനീനും കിട്ടിയപ്പോൾ ഒരുത്തം പറയുക, ദുരിതാശ്വാസ ക്യാമ്പ് അടയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു, അവിടുത്തെ പാട്ടും പ്രാർത്ഥനയായിട്ടും കൊണ്ട് പോയാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ നിത്യജീവന്റെ വചനം കിട്ടിയ ഞങ്ങൾ ഈ ആത്മീക കൂട്ടായ്മകൾ അവസാനിപ്പിക്കാത്തതിന്റെ കാര്യം എന്നാന്ന് മനസ്സിലായോ? ഒരാഴ്ചയല്ല, 1 മാസമല്ല, 1 വർഷമല്ല, 36 വർഷമായി ഈ നിത്യജീവന്റെ വചനം ഞാൻ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള 80 ചാക്ക് അരി തിന്നുന്നതിനേക്കാൾ, ഇവിടെയുള്ള പലവ്യഞ്ജനത്തിനേക്കാൾ ഇതെല്ലാം മറപ്പുറയിലേക്ക് പോകുമ്പോൾ മറപ്പുറയിൽ നിന്നും മണ്ണിലേക്ക് ലയിക്കാത്ത നിത്യജീവന്റെ വചനം ഇന്ന് രാത്രിയിലും നമ്മൾ ആവോളം ഭക്ഷിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്തെല്ലാം പൊങ്ങച്ചങ്ങളായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക്. പൊങ്ങച്ചത്തിന് അതിരുണ്ടോ മനുഷ്യന്? ഒരാൾ പറയുന്നത് കേട്ടു, ഒരു ലംബോർഗിനി വണ്ടി മേടിച്ചാൽ കൊള്ളായിരുന്നു, പക്ഷേ വീട്ടിലോട്ട് വരാനായിട്ട് റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ലംബോർഗിനി വണ്ടി ഇന്ത്യയിലൊന്നും ഓടിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ റോഡൊന്നും കൊള്ളില്ല. നമ്മുടെ കേരളത്തിലെ റോഡിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ഇപ്പോഴാണ് കുറച്ച് റോഡുകളൊക്കെ നന്നായിട്ടുള്ളത്. നമുക്കിവിടെ ഈ ഒരുമാതിരിയൊക്കെ ജീവിക്കുന്നവർക്ക് ഒരു മാരുതി കണ്ടൊക്കെ പോകാം എന്നുള്ളതല്ലാതെ ഈ ലംബോർഗിനി പോലെയുള്ള വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങളില്ല. എന്തായാലും പോകട്ടെ, ഞാനന്നറിയില്ല ലംബോർഗിനി വണ്ടി ഏതാണെന്നറിയാൻ വേണ്ടി വെറുതെ എങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ, അവൻ നമ്പർ 1 ധാരാണിട്ട്. ഭയങ്കര വണ്ടിയാണ് ഈ സാധനം. ഈ വണ്ടി എന്ന് പറയുന്നത് ബ്രൂണൈ സുൽത്താന്റെ വീട്ടിലാണ് ഒന്നിലധികം വണ്ടികളുള്ളത്. 17 മുതൽ 22 വരെയുള്ള വണ്ടികൾ ലംബോർഗിനി വണ്ടി ബ്രൂണൈ സുൽത്താന്റെ വീട്ടിലുണ്ടെന്ന്. അപ്പോൾ അയാളെന്ത് പണക്കാരാണ് നോക്കി, ഇന്നാളെ കുറച്ചും ചത്തു പോണൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഇനി ഈ ബ്രൂണൈ സുൽത്താന്റെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരത്തെ സംഘങ്ങളാണ്. 1600-ൽ പരം മുറികളുണ്ട്, അതൊരു അത്ഭുതമാണ്. അതിനേക്കാൾ വലുത് ഇയാൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ പിന്നെ തനി 24 കാരറ്റിന്റെ സ്വർണ്ണപാത്രങ്ങളൊക്കെയാണ്. അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്നറിയാമോ? ഇയാളുടെ ഈ എല്ലാ വീടിന്റെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കൊന്നും തോന്നണില്ലല്ലേ? ഞാൻ അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നിട്ടില്ല. കാരണം ഈ ക്ലോസറ്റൊക്കെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതിലല്ല എൻ്റെ വിഷമം, അതിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്ന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഓർത്തപ്പോഴാണ്. വല്ല നല്ല കാര്യമാണെങ്കിൽ പോട്ടെ നോക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ എൻ്റെ ദൈവമേ, മനുഷ്യൻ്റെ ഓരോ അവസ്ഥകൾ ചിന്തിച്ച് നോക്കണേ. അപ്പോൾ അവിടെയാണ് ഈ ബ്രൂണൈ സുൽത്താൻ്റെ വീട്ടിലാണ് ഈ സാധനമൊക്കെ ഉള്ളത്. അപ്പോൾ ഒരാൾ പറയുകയാണ്, എൻ്റെ വീട്ടിലോട്ട് ഈ കേരളത്തിലെ റോഡൊക്കെ വളരെ മോശം, കടവന്ത റോഡൊക്കെ വളരെ അതുകൊണ്ട് ഒരു ലംബോർഗിനി മേടിക്കണമെന്നുണ്ട്, പക്ഷേ കൊണ്ടുവരാനായിട്ട് റോഡില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. സത്യത്തിൽ അവരുടെ പ്രൊഫഷൻ നോക്കുമ്പം അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരു ഹെലികോപ്റ്ററിനകത്ത് പോയി ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും അവർ വെറുതെ ലംബോർഗിനി എന്നാ പറഞ്ഞു. എന്നാൽ ഈ ജലപ്രളയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവർ കയറിപ്പോയ വണ്ടി ഞാൻ കണ്ടു, ഒരു ചെമ്പോർഗിനിക്കകത്താണ് അവർ കയറിപ്പോയത് എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ള ചേച്ചി കയറിപ്പോയത് ഒരു ചെരുവത്തിനകത്താണെന്ന്. ഇനി അതിനേക്കാൾ വലിയ അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ചെരുവം മേടിക്കാൻ കാശില്ലാത്തൊരു ചേച്ചി കയറിപ്പോയത് ഒരു ഹെലികോപ്റ്ററിനകത്താണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ. ആ ചേച്ചി അറിഞ്ഞുകൊണ്ട് കയറിപ്പോയതല്ല കേട്ടോ. രാത്രി മുഴുവൻ ഭയങ്കര ബഹളം നടക്കുകയാണ്, സീൽക്കാര ശബ്ദങ്ങൾ, അവരുടെ ഇരയെല്ലാം കൂടി ആകപ്പാടെ ഇടിച്ചു ഉലയ്ക്കുന്നു. നേരവൾ നോക്കിയപ്പോഴുണ്ടല്ലോ നടക്കല്ല് വരെ വെള്ളം കയറി കിടക്കുകയാണ്. TV ഓൺ ചെയ്തപ്പോൾ മനസ്സിലായി ഇവിടെ പട്ടാള ക്യാമ്പുകൾ വന്ന് ഹെലികോപ്റ്ററിനകത്തെ ആള് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിഹാസ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് തോന്നി, നോക്കിയപ്പോൾ ഇങ്ങനെ ഹെലികോപ്റ്ററൊക്കെ താണ് പറക്കുകയാണ്, വീടിന് താണ്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടോ, ആള് രക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ചേച്ചിക്ക് ഒരു കൗതുകം, എന്നാൽ പിന്നെ അവർക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചേക്കാമെന്ന് കരുതി കോണി വെച്ച വീടിന്റെ ടെറസിന്റെ മേളിൽ കയറി വെച്ചും ടാറ്റ കൊടുത്തതാണ്, വേറെ ഒന്നും ചെയ്തതല്ല, ടാറ്റ കൊടുത്താണ്. അവർക്ക് തോന്നിയത് രക്ഷിക്കണേ എന്നായിരിക്കും പറയാന്ന് കരുതി അവരിങ്ങോട്ട് ഇറങ്ങി വന്നു. യാക്കോബ് കിടന്നുറങ്ങിയപ്പം കോണി വന്നുപോലെ അവരൊന്ന് ചേച്ചി പറഞ്ഞു, രക്ഷിക്കാനല്ല ടാറ്റ എന്നതാ. ചേച്ചി ഒരു 10-15 മിനിറ്റ് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അവരും വർത്തമാനം പറഞ്ഞു. പക്ഷെ ചേച്ചി മലയാളത്തിലും അവര് ഹിന്ദിയിലും ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു ചാക്കിനകത്തിട്ട് നമ്മൾ തവളയെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ ആ ചേച്ചിയെ പിടിച്ച് നേരെ ട്രിവാൻഡ്രത്തേക്കാണ് കൊണ്ടുപോയത്, 10 കാശ് മുടക്കില്ലാതെ. അപ്പം നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഹെലികോപ്റ്റർ മേടിക്കാൻ കാശുള്ളവര് ചെരുവത്തിനകത്താണ് കയറിപ്പോയത്, ചെരുവൻ മേടിക്കാൻ കാശില്ലാത്തവര് ഹെലികോപ്റ്ററിനകത്താ കയറിപ്പോകരുത്. കറ തീർന്നൊരു വാക്ക് ഞാൻ പറയാം, അധികം പൊങ്ങരുത്, അധികം പൊങ്ങച്ചം കാണിക്കരുത്, അധികം അഹങ്കരിക്കരുത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എന്തൊക്കെ ആശയങ്ങളുടെ ആളുകൾ പങ്കുവെച്ച് നിങ്ങൾക്കറിയാമല്ലോ. എന്തൊക്കെ ആശയങ്ങൾ നിങ്ങൾക്കറിയാം. അവിടെ റാന്നിക്കാര്, പത്തനംതിട്ടക്കാര്, ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുളമാകുന്ന 2 സ്ഥലത്താണ്. ഒന്ന് എറണാകുളം, 2 തിരുവനന്തപുരം
പുരം ഒറ്റ മഴയ്ക്ക് എറണാകുളം കുളമാകും, തിരുവനന്തപുരം തമ്പാർ റെയിൽവേ സ്റ്റേഷനൊക്കെ വെള്ളത്തിനകത്ത് മുങ്ങും. അതുകൊണ്ട് ഈ പത്തനംതിട്ടക്കാരും റാന്നിക്കാരും പിന്നെ ഇടുക്കി വയനാടുകാരൊക്കെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ യാതൊരു കുഴപ്പമില്ല, വല്ലപ്പോഴുമൊക്കെ ഉരുള് പൊട്ടി ഇങ്ങനെ കുടുമടക്കം പോകുന്നേ ഉള്ളൂ, എന്നാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞവർ വെള്ളം ഞങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ 2 പ്രാവശ്യം ജലപ്രളയം ഉണ്ടായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്നറിയാമോ? ഈ തിരുവനന്തപുരത്തും എറണാകുളത്തും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. കളമശ്ശേരി വന്നപ്പം വെള്ളം അവിടെ നിന്നു ആരാണ്ട് പിടിച്ചു കിട്ടിയതുപോലെ. അതുപോലെ ട്രിവാൻഡ്രത്തും. അപ്പം എന്ത് മനസ്സിലായി? ഈ പാവത്തുങ്ങളുടെ മത്സ്യബന്ധന ബോട്ടുമൊക്കെയായിട്ടാണ് കേരള പട്ടാളം ഇറങ്ങുന്ന പോലെ പത്തനംതിട്ടയിലേക്കൊക്കെ പോയത്. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഒരു ബസ്സിന്റെ മേലാണ് വെള്ളം പൊങ്ങിയത്. ഹെയർപ്പിന് വളവ് കയറി വെള്ളം വയനാട്ടിൽ ചെല്ലുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? വളവൊന്നും കയറണ്ട. കാബനി അടക്കം തീരം കവിഞ്ഞൊഴുകി നിങ്ങൾ കണ്ടില്ലേ? ഒറ്റവാക്കിൽ പറയാൻ ഒരു സ്ഥലങ്ങളും സുരക്ഷിതത്വമുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ ദൈവം നൽകിയ പാഠങ്ങളാണ് ഇതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെയും ഇവിടെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും വരികയില്ല. ഒരു കാര്യം ഞാൻ പറയാം, അത്യുന്നതന്റെ മറവ്, സർവശക്തന്റെ നിഴൽ, അതിനെ മറക്കി വെക്കുവാൻ, അതിനെ വെല്ലുവാൻ ഇവിടെ ഒന്നിനും കഴിയത്തില്ലെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ബങ്കറുകൾ കണ്ടുപിടിച്ചത് അമേരിക്കക്കാരാണ്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈനെയൊക്കെ നേരെ പൊക്കിയെടുത്തത്. അതുപോലെ കാർഗിൽ, അതുപോലെ കോക്കസ് പാറകൾക്ക് മറവിൽ നിന്നുകൊണ്ടാണ് റഷ്യൻ പടയാളികൾ യുദ്ധം നയിക്കാറുള്ളത്. ഇന്ത്യൻ പടയാളികൾ മറയുന്ന കാർഗിൽ മലനിരകൾക്ക് മറവിൽ നിന്നുകൊണ്ടാണ്. അമേരിക്കക്കാരന്റെ പടയാളിക്ക് മറയുവാൻ ബങ്കറുകൾ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. റഷ്യൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടെ കോക്കസ് പാറകളുണ്ട്. ഇന്ത്യൻ പടയാളികൾക്ക് മറയുവാൻ ഇവിടുത്തെ കാർഗിൽ മലനിരകളുണ്ട്. പക്ഷേ ഹല്ലേലൂയ പറയുന്നവന്റെ തലവെട്ടുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ജീവിക്കുന്ന ഈ മണ്ണിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് മറയാൻ ഒരു കാർഗിൽ മലനിരയും വേണ്ട, ഞങ്ങൾക്ക് മറയാൻ ഒരു കോക്കസ് പാറയും വേണ്ട. അത്യുന്നതന്റെ മറവ് മതി, സർവശക്തന്റെ നിഴല് മതി. ആ യഹോവയുടെ ചിറകിന്റെ കീഴെ ശരണം പ്രാപിക്കുമ്പോൾ ആ ചിറകിനെ അടർത്താൻ പോലും കഴിവില്ല എന്ന് ഇന്ന് രാത്രി ഞങ്ങൾ കടന്ന് വിശ്വസിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ ഞങ്ങൾ പറയുകയാണ്, ഈ ദൈവത്തിന്റെ സുരക്ഷാ കവചം ഭേദിച്ച് ഒരുത്തനും ഒരുത്തരെ തൊടാനാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നത്. എന്തെല്ലാം ആശയങ്ങളായിരുന്നു. പുഴയുടെ തീരത്തൊക്കെ ജീവിക്കുന്നവർക്ക് എന്ന് അതിലും വലിയ പൊങ്ങച്ചം വേറെ വല്ലുണ്ട് പ്രിയപ്പെട്ടവർ. ഒരു സെന്റിന് 35 ലക്ഷം രൂപ. എവിടെ? പുഴയുടെ തീരത്ത് നീർക്കോലിമലം പാമ്പം കയറിയവൻ്റെ സ്ഥലമാണ്. എന്നിട്ട് അവിടെ ഒരു സെന്റിന് 35 ലക്ഷം രൂപയെന്നും പറഞ്ഞ് പാവപ്പെട്ടവന് താമസിക്കാൻ സ്ഥലമില്ലെന്ന് ഈ ജലപ്രളയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, നമ്മുടെ ആലുവയില് പുഴയുടെ തീരത്ത് പെരിയാറിന്റെ തീരത്തുള്ള വീടിന്റെ വിൽപ്പന നിങ്ങൾ വാട്സാപ്പിലൊക്കെ കണ്ടില്ലേ? കണ്ടതൊക്കെ നിങ്ങൾ ഓർക്കുണ്ടാവും. അവര് പറഞ്ഞ കാര്യം കേട്ടു. 2350 സ്ക്വയർ ഫീറ്റുള്ള ഇരുന്നല്ല വീട് വിൽപ്പനയ്ക്ക് പെരിയാറിന്റെ തീരത്ത്. ഉടൻ വിൽപ്പനയ്ക്ക് ബ്രാക്കറ്റിൽ വില എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും തന്നാ മതി എന്ന്. നിങ്ങൾക്ക് വല്ല മനസ്സിലായി എൻ്റെ അർത്ഥം എന്താന്ന്? അതിനകത്ത് 15 ലോഡ് ചെളി കിടപ്പുണ്ട്. ഇത് കോരിക്കളയണമെങ്കിൽ 10 ലക്ഷം രൂപ വേറെയാകും. അതാണ് എന്തെങ്കിലും തന്നാ മതി എന്നൊക്കെ അവർ എഴുതാൻ കാരണം. കൊടുത്താൽ എവിടെ കിട്ടും? കൊടുത്താൽ എവിടെ കിട്ടും? കൊല്ലത്ത് കിട്ടും. തുപ്പരുത് എവിടെ? പുഴയിലേക്ക്. വലിച്ചെറിയരുത് പഴം തുണി. നിങ്ങൾ 50 പൈസയുടെ പ്ലാസ്റ്റിക് കൂട് മുതൽ വലിയ ചാക്ക് വരെ നിങ്ങൾ വലിച്ചെറിയാറില്ലേ? ഛർദ്ദിച്ച കൂടൊക്കെ പ്ലാസ്റ്റിക് കൂടിനകത്ത് വലിച്ചു കെട്ടി കാറ് പോകുമ്പോൾ ഗ്ലാസ് താഴ്ത്തി ഒരൊറ്റ ഏറുകയല്ലേ പറക്കുന്നളി കണക്ക്. ചെയ്യരുത് ഒരു നൂറ്റാണ്ടായി പറയുക. 1912 വെള്ളപ്പൊക്കത്തിന് ശേഷമായി പറയുക ചെയ്യരുത്. നമ്മൾ ചെയ്തു. അതിന്റെ ഫലം എന്താണെന്നറിയാമല്ലോ? വെള്ളം അങ്ങോട്ട് പൊങ്ങിപ്പോഴുണ്ടല്ലോ. ഒരു നൂറ്റാണ്ടായിട്ട് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ നിരയായിട്ട് വന്ന് നമ്മുടെ അടുക്കളയിൽ അട്ടിയിട്ട് വെച്ചേച്ചാണ് വെള്ളം തിരിച്ചു പോയിരിക്കുന്നത്. ഇനി നേരെ ചുവ വെക്കേണ്ട കാര്യം പോലുമില്ലെന്ന് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ല. ഞങ്ങളൊരു കാര്യം സൂചന. എന്ത് സൂചന? സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു മോഡൽ ആ സമയത്ത് നടന്നതും കൂടെ പറഞ്ഞ ഭാഗം വിടുകയാണ്. ചെങ്ങന്നൂരിന്റെ ബഹുമാനപ്പെട്ട MLA ആരാണ്? സജി ചെറിയാൻ സാറ്. ഒറ്റ രാത്രിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അടിയന്തരമായി കേരള സർക്കാർ, പിണറായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കാണത്തില്ലെന്ന്. അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ അനുഭവിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം. അദ്ദേഹം വാവിട്ട് കരയുകയാണ്. സത്യം പറയാമല്ലോ, അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ ഒരു MLA കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു പ്രണാമം. എന്താ കാര്യം എന്നറിയാമോ? ഒറ്റ രാത്രി ഒരു MLA കരഞ്ഞപ്പോൾ ഇടതുപക്ഷ സർക്കാർ അടിയന്തരമായി ഇടപെട്ടിച്ച് അന്ന് രാത്രി 10,000-കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതാ ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ കാതലായ പ്രസക്തി എന്ന് പറയുന്നത്. ഒരു മണ്ഡലത്തിന് വേണ്ടി ഒരു MLA ഒറ്റ
നിലവിളിച്ചപ്പോൾ 4 കോടി ജനത്തിന്റെ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് 10,000-കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടെങ്കിൽ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയല്ല, കേരളത്തിന്റെ പ്രതിനിധിയല്ല, 3 ലോകം ഉണ്ടാക്കിയ കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നിലവിളിച്ച ഒറ്റ നിലവിളിയാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇനിയും വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉറച്ച നിലവിളിക്കല്ലാതെ നിന്റെ നരക ശിക്ഷാവിധി മാറ്റാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ മുഖവിലൊക്കെ അവസാനിപ്പിച്ച് ഈ ഭാഗത്തേക്ക് വരികയത് കൊണ്ട് അതൊരു സൂചനയാണെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഒത്തിരി കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും അവിടെ നിൽക്കട്ടെ. ഇനിയും താങ്ങാനുള്ള കഴിവില്ല നമുക്ക്. ഇനിയും ഒരു ജലപ്രളയം താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇനിയൊരു കമ്പനം താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആഗസ്റ്റ് മാസം എന്ന് കേൾക്കുമ്പോഴേ സ്വാതന്ത്ര്യമല്ല, ഭീതിപ്പെടുന്ന ഓർമ്മകളാണ് നമുക്ക് വരുന്നത്. മറ്റെങ്ങുമില്ലാത്ത കാലം തെറ്റിയെത്തുന്ന മഴയും വറ്റി വരേണ്ട പുഴകളും വഴികളുമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. മുരുകൻ കാട്ടാക്കട പറയുന്ന പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമല്ല. മലിനമായ പുഴകളും വഴികളും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. 2065 ശേഷം ഈ ഭൂമി ഉണ്ടാകത്തില്ല. ഈ ഭൂമി 100 വർഷത്തേക്ക് മാത്രമേ താമസിക്കുവാൻ യോഗ്യമായിട്ടുള്ളതല്ലേ ഈ പറഞ്ഞിരിക്കുന്നു. മിടുക്കന്മാരൊക്കെ പണ്ടേ നാട് വിട്ടു തുടങ്ങി. നമ്മുടെ ബാങ്കിൽ കിടന്ന 8 രൂപ അടക്കമുള്ളതൊക്കെ ഇവിടെ ആൾ അടിച്ചെടുത്തുകൊണ്ട് വിജയ് മല്യയെ പോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അവിടെ ചെന്ന് പെണ്ണും കെട്ടി കിങ് ഫിഷറൊക്കെ രാജകുമാരൻ ജീവിക്കുകയല്ലേ. അദാനിമാരും അംബാനിമാർക്കും മാത്രം ജീവിക്കാൻ കഴിയുന്ന അവരെല്ലാം രാജ്യം വിട്ടു പോകുകയാണെന്ന് 9,000 കോടി രൂപ ആ പാവപ്പെട്ടവനെടുത്ത് 10-12 കൊല്ലം കഴിഞ്ഞപ്പം 12,000 കോടി രൂപയാണ് ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കൊച്ചിന് വേണ്ടി BSc നഴ്സിംഗിന് വേണ്ടി 9,000 രൂപ എടുത്തിട്ട് 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 27,000 രൂപയായിട്ടുണ്ട്. അപ്പം നമ്മുടെ 9,000 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 27,000 ഇവന്റെ 9,000 കോടി രൂപ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ 12,000 കോടി ആയിട്ടുള്ളൂ. പാവത്താൻ ജീവിച്ചു പൊക്കോട്ടെ. ഞാനൊരു കാര്യം പറയാം, നിനക്കൊക്കെ ഇവിടെ നിന്ന് വേറെ രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതിനകത്തൊക്കെ പെട്ടുകിടക്കുകയാണെങ്കിലും അകത്ത് ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. പണക്കാരൻ അവൻ വിസ സംഘടിപ്പിച്ച് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ യേശു രക്തത്താൽ മറ്റൊരു രാജ്യത്തിലേക്ക് പറന്നു പോകുവാൻ തയ്യാറായി നിൽക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 1648 പേരാണ് ചൊവ്വായിലും മറ്റ് ഗ്രഹങ്ങളിലൊക്കെ താമസിക്കാൻ കാശ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. 100 കോടീശ്വരന്മാരിൽ പല ഇന്ത്യക്കാരുണ്ട്. അല്ല, ഇനിയിപ്പോൾ ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഈ ചന്ദ്രനിലോ ചൊവ്വായിലൊക്കെ പോയി താമസിക്കാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. എന്താ ശുഭവാർത്ത? ഇട്ട കാശ് സരിതയുടെ സോളാറിലിട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഒറ്റ ഒരുത്തൻ അവിടെ പോകത്തുമില്ല. അഥവാ ഒരുത്തൻ പൊങ്ങിയാൽ ഓബദ്യാവിന്റെ പുസ്തകം കഴുകനെ പോലെ ഉയർന്നു നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവച്ചാൽ അവിടെ നിന്ന് താഴെ ഇറക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. സ്വർഗരാജ്യം കവർ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആർക്കും ബലാത്കാരമായി കയറാനൊക്കത്തില്ല. അത് കൃപയാലാണ്. ആ കൃപയുടെ സുവിശേഷമാണ് ഇന്ന് രാത്രിയിൽ, സമാപന രാത്രിയിൽ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇളകുന്ന രാജ്യമാണ്. ഇളകാത്ത മറ്റൊരു രാജ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇളകുന്ന രാജ്യം? ഈ ലോകത്തിലെ കർത്താവിന്റെ വരവിന് മുൻപ് നടക്കുന്ന 150-ലേറെ ലക്ഷണങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തരിച്ച് അവന്റെ അടുക്കൽ ചെന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നതിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ യേശുക്രിസ്തു അടയാളമൊന്നുമില്ലെന്നല്ല പറഞ്ഞത്. അടയാളത്തിന്റെ ഒരു നെല്ലിക്കച്ചാക്ക് കുടഞ്ഞിടുന്ന പോലെ അടയാളങ്ങൾ അങ്ങോട്ട് വാരി വിതറി ഇടുകയാണ് ചെയ്തത്. യഹൂദീയ അധ്യായങ്ങൾ എന്നതിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിനകത്തുണ്ട്. മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിന്റെ സുവിശേഷം 13, ലൂക്കോസിന്റെ സുവിശേഷം 21. ഈ 3 അധ്യായങ്ങളെ വേദചിന്തകന്മാർ, ഗ്രന്ഥകാരന്മാർ, എഴുത്തുകാർ വിളിക്കുന്നത് യഹൂദന്റെ മുപ്പിരിച്ചരട് അല്ലെങ്കിൽ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിലാണ്. ആ അധ്യായം കൊടുത്തിരിക്കുന്ന ലക്ഷണങ്ങളെ 4ആയിട്ട് നമുക്ക് തിരിക്കാം. 150 ലക്ഷണങ്ങളെ 4ആയിട്ട് തിരിക്കാം. 1, ഇസ്രായേൽ എന്ന രാജ്യത്ത് മാത്രം നടക്കുന്ന ലക്ഷണം. 2, ഇസ്രായേൽ ഒഴികെയുള്ള മറ്റ് ലോക രാജ്യങ്ങളിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. 3, സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. 4, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷണങ്ങൾ. എഴുത്തുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാ ലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ. 1-ാമത്തേത് ഇസ്രായേൽ ലക്ഷണങ്ങൾ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ്
വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം ക്രിസ്തു വരെ 14, മൊത്തം 42. അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ 20, അബ്രഹാം മുതൽ ആദാം മുതൽ ക്രിസ്തു വരെ 62 തലമുറകളുടെ ചരിത്രം പറയുമ്പം ബൈബിളിൽ ഉൽപ്പത്തി മുതൽ യേശുക്രിസ്തു വരെയുള്ള സംഭവങ്ങൾ നമുക്ക് വിവരിക്കുവാൻ കഴിയും. അതിനപ്പുറത്തോട്ട് AD BC 4 AD 28 യേശുക്രിസ്തുവിന്റെ കാലഘട്ടം, AD 70 ലോകത്തിന്റെ 72 രാജ്യങ്ങളിലേക്ക് ചിതറിയ ഇസ്രായേലിന്റെ ചിതറിപ്പോക്ക്, AD 135 ഹാദ്രിയൻ കൈസറിന്റെ കാലഘട്ടത്തിലുള്ള അവർ രാജ്യം നഷ്ടപ്പെടുന്നത്, 1914 ആരംഭിച്ച് 1918 14 മാസം 11 തീയതി 11 മണിക്ക് യുദ്ധ പരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധ അനന്തരം നടന്ന സംഭവങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധ അനന്തരം ഇസ്രായേലിന്റെ പ്രബുദ്ധത, 1948 അവർ സ്വതന്ത്ര രാജ്യമായി മാറിയത്, 1967 മുതൽ 73 വരെയുള്ള 6 വർഷങ്ങളിൽ നടന്ന അതിപ്രധാനമായ 6 യുദ്ധങ്ങൾ, ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചുറ്റും കിടക്കുന്ന നിരവധി 21-ലേറെ മുസ്ലിം രാഷ്ട്രങ്ങൾ 1068 പ്രാവശ്യം അവരോട് ചെയ്ത ചെറുതും വലുതുമായ യുദ്ധങ്ങളുടെ ചെറുവിവരണങ്ങൾ, 85 ഉയർത്തിയ കൊടിക്കൂറ, 2000 അതിനപ്പുറത്തോട്ട് ഇന്ന് പാലസ്തീനിൽ, വെസ്റ്റ് ബാങ്കിൽ, ഗാസ മുനമ്പിൽ നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥകൾ, ഇതെല്ലാം അടുക്കും ചിട്ടയുമായിട്ട് പറയുമ്പോഴാണ് ഇസ്രായേൽ ലക്ഷണങ്ങൾ ആകുന്നത്. ഈ രാത്രി ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ജാതീയ ലക്ഷണങ്ങൾ നമുക്കറിയാമല്ലോ. നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വർണത്തിന്റെ ഒരു ബിംബം അത് ദാനിയേലും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, പിന്നെ കാൽ പകുതി ഇരുമ്പും പിന്നെ കളിമണ്ണും. വ്യാഖ്യാനമൊക്കെ നിങ്ങൾക്കറിയാം. പ്രഥമ സാമ്രാജ്യം എന്ന് ബൈബിൾ പറയുന്ന ബാബേൽ സാമ്രാജ്യം മേദ്യരും പാർസികളും, മേദ്യരാണ് ആദ്യം വന്നതെങ്കിലും പാർസികൾ സുദീർഘമായ കാലയളവിൽ അവർ ഭരിച്ചതിനാൽ അതിന് പേർഷ്യൻ സാമ്രാജ്യം എന്ന പേര് വന്നും. 2 കരങ്ങൾ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട്. ഒറ്റ സാമ്രാജ്യമായിട്ട് അറിയപ്പെട്ടു. യവനായ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ, തത്വജ്ഞാനികളുടെ തറവാട് ഈറ്റില്ലം എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലിന്റെ, പ്ലേറ്റോയുടെ തത്വജ്ഞാനികളുടെ, അതുപോലെയൊക്കെയുള്ള പൈതഗോറസിന്റെ ഒക്കെ ആ സാമ്രാജ്യവും കിടന്ന് കാലുകൾ, നമുക്കറിയാലോ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള അവയവം ഏതാണ് എന്ന ചോദ്യത്തിന് കാലുകളാണ്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ചത് റോമൻ സാമ്രാജ്യമാണ്. മനുഷ്യന് 2 കാലുകൾ, കിഴക്കൻ റോമ, പടിഞ്ഞാറൻ റോമ, 10 വിരലുകൾ, 10 നാട്ടുരാജാക്കന്മാർ ചേർന്ന് ആ രാജ്യം പകിട്ടെടുത്തു. ഈ ജനസമുദായങ്ങളിൽ മറഞ്ഞു പോകുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലയളവിൽ ആകാശത്തിൽ നിന്നും ഒരു കല്ല് കടന്നു വരികയും ഇതിനെ അടിച്ച് ധൂളിയായി പറത്തിക്കൊണ്ടുപോയി ആർക്കും നിഷേധിക്കുവാനാകാത്തൊരു സാമ്രാജ്യമായി അത് ഇവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ചരിത്രപരമായി പഠിച്ചു വരുമ്പോൾ ഇന്ന് കാണുന്ന രാജ്യത്വവും ജനാധിപത്യവും ഇടകലരാതെ വണ്ണം ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൈതൊടാത്ത കല്ലായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരും. ദാനിയേൽ പ്രവചനം വായിച്ച അനന്തരം, വെളിപ്പാട് പുസ്തകം വായിച്ച അനന്തരം, സഖാവ് P. ഗോവിന്ദപിള്ള അടക്കമുള്ള ഇടതുപക്ഷ സൈദ്ധാന്തികന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിന്റെ വീതിയിൽ ഇറങ്ങിയ ചെമ്പടയുടെ സമർത്ഥന്മാരായ സാരഥികൾ സ്ഥാപിക്കുവാൻ പോകുന്ന ഒരു 5ാം ലോക സാമ്രാജ്യത്തെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു 5ാം ലോക സാമ്രാജ്യം ഉദയം ചെയ്യുവാൻ സമയമായി എന്ന് സഖാവ് P. ഗോവിന്ദപിള്ള അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നു അത് ഇവിടെ പറയുന്ന ഒരു നേതാക്കന്മാരും ഭരിക്കുന്ന സാമ്രാജ്യമല്ല. അത് 5 വർഷം ഇടത്തോട്ട് അല്ല, 5 വർഷം വലത്തോട്ട് അല്ല, രണ്ടിനെയും താങ്ങി നിർത്തുന്ന മറ്റൊരു സസ്യത്തിന്റെ വലത്തോ നിൽക്കുന്ന മറ്റൊരു സാമ്രാജ്യം ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയും ഇങ്ങനെയും ഒന്നും ഒരാളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടൊന്നും യേശുക്രിസ്തു ഇവിടെ ഭരിക്കാൻ വരില്ല. പക്ഷെ യേശു ഒരു 1.5 വരവായിരിക്കും. അത് യേശു വന്നാൽ ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ 1000 വർഷം ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവായ ആ യേശുക്രിസ്തുവിന്റെ സാമ്രാജ്യം ഇവിടെ സ്ഥാപിതമാകുമെന്ന് ഞങ്ങൾ 100% ദൈവത്തിന്റെ വചനം വെച്ച് ഉറപ്പിച്ചു പറയുന്നു. അവന്റെ രാജ്യം വരിക തന്നെ ചെയ്യും. 3ാമത്തെ ലക്ഷണം സഭാലക്ഷണങ്ങളാണ്. അതൊന്നും പറയാൻ നേരമില്ല. സഭാലക്ഷണങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഈ 53 പാപങ്ങളെ കുറിച്ചൊക്കെ പറയണം. പോട്ടെ, പ്രാദേശിക സഭയിൽ നടക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട്. സാർവത്രിക സഭയിൽ നടക്കുന്ന 12 ലക്ഷണങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോഴാണ് സഭാലക്ഷണങ്ങൾ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, ഒന്ന് താഴെ ഭൂമിയിൽ നടക്കുന്നത്. ഇവിടെയാണ് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും കുടിവെള്ളത്തിന്റെ ക്ഷാമവും മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ഇവിടെയാണ്. പിന്നെ ആകാശത്തിലാണ്. അവിടെയാണ് സൂര്യനും ചന്ദ്രനും
നക്ഷത്രങ്ങളൊക്കെ അവിടെ നടക്കുന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എവിടെയാണ് ആദ്യം ഇളകുന്നതെന്ന്, ഈ ഭൂമി ഇളകി മാറണമല്ലോ, എവിടെയാണ് ആദ്യം ഇളകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നുകൂടെ പറയുന്നു, ഇത് ഇളകുന്ന രാജ്യമാണ്, പക്ഷെ ഞങ്ങൾ ഇളകാത്ത രാജ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എവിടെ ഇളകുന്നറിയാമോ? ഒരു വാക്യം വായിച്ച് സഹായിക്കണം. 1-2 വാക്യങ്ങൾ. ഒന്ന്, ഹഗ്ഗായി പ്രവചനം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദ്യം ഇളകുന്ന എവിടെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മതി ആളുകളൊക്കെ പുസ്തകമൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഹഗ്ഗായി ഒക്കെ ആയതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ട്. ചിലക്കത്ത് മറിച്ച് ഏതാണ്ട് ഫിലിപ്പ് ലേഖനം വരെ വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും അവിടം വരെ എത്തിയുള്ളൂ. ഫിലിപ്പ് ലേഖനത്തിനും ഫിലേമോൻ ലേഖനത്തിനും ഇടയിലായിരിക്കും ഹഗ്ഗായി എന്നെഴുതി. അവിടെ നോക്കണ്ട, പഴയ നിയമത്തിനകത്താണത്. അപ്പോൾ അവിടെ കിടക്കട്ടെ. അങ്ങനെ പുസ്തകമുണ്ട്, അത് വിശ്വസിക്കുന്ന ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഒരു പുസ്തകമുണ്ട്, അങ്ങനെ പുസ്തകമുണ്ട്. വല്ലപ്പോഴൊക്കെ ഈ സെഫന്യാവ് അതൊക്കെ ഒന്ന് തുറന്നു നോക്കണം. സെഫന്യാവൊക്കെ തുറന്നു നോക്കിയിട്ടൊന്ന് മണക്കുകയും കൂടി ചെയ്യണം. അപ്പം മനസ്സിലാവും എൻ്റെ പുസ്തകം പഴയതല്ല, പിന്നെന്താണ്, ഇന്നലെ മേടിച്ച പുസ്തകമാണ്. ഒരു തുമ്പലും നടത്തി അടച്ചു വെച്ച് സ്വത്തം പറഞ്ഞ് വീട്ടിൽ പോകാം. ഹഗ്ഗായി 2:6. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ആദ്യം ഇളകുന്ന സ്ഥലം പറയാൻ പോവാണ്. ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, അടുത്ത് കടലിനെ ഇളക്കും, അടുത്തത് കര ഇളക്കും. എന്തിനാ ഇളക്കുന്നത്? സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ശ്രദ്ധിച്ച്, ബൈബിളൊക്കെ അതിനകത്തുണ്ടെന്ന് എങ്ങനെ നോക്കിക്കോ. അപ്പൊ ഒന്നാമത് എവിടെ ഇളകും? ആദ്യം ആകാശം ഇളകും, പിന്നെ ഭൂമി ഇളകും, പിന്നെ കടൽ ഇളകും, പിന്നെ കര ഇളകും. എന്തിനാ ഇളകുന്ന? ഇങ്ങനെ ഓരോന്ന് ഇളക്കുന്ന കാര്യമെന്ന് പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാർ ഈ തൈരിനകത്തെ കടകോലിട്ടൊരു ഇളക്കുണ്ട്. പിള്ളേരെ പറയും, അമ്മച്ചി നാളെ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, എസ് എഴുതാണ്ട് പഠിക്കാണ്ട അമ്മച്ചി ചുമ്മാ തെക്കോട്ട് ചുമ്മാ അങ്ങനെ കളകള ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മച്ചി പറയും, മക്കളെ ഇതിനകത്ത് തൈരുണ്ട്, ഇതിനകത്ത് മോരുണ്ട്, ഇതിനകത്ത് വെണ്ണയുണ്ട്, ആർക്കും വേണ്ടാത്ത പിശുതായി കിടക്കുന്ന വെള്ളവും ഇതിനകത്തുണ്ട്. അതേ മറുപടിയാ ഞങ്ങൾക്കും പറയാനുള്ളത്. 150 ലക്ഷണങ്ങളാകുന്ന കടകോലിട്ട് തമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും കടലെയും കരയും ഇളക്കുമ്പോൾ ഇവിടെ വേർതിരിക്കപ്പെടുവാൻ പോകുന്ന ചില കാര്യങ്ങൾ, നന്മയും തിന്മയും വേർതിരിക്കപ്പെടും, സ്വർഗവും നരകവും വേർതിരിക്കപ്പെടും, വിശുദ്ധന്മാരും ചെന്നായ്ക്കളും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ ഇരുളും വെളിച്ചവും വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ വരാൻ പോകുന്നത് സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? വന്യവയോധികനായ ശിമയോൻ യേശു കർത്താവിനെ കയ്യിൽ എടുത്തിട്ട് ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ അദ്ദേഹം പ്രതിവച്ചു, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. ഇസ്രായേലിന്റെ മഹത്വവും സർവ്വജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഞങ്ങൾ ഉച്ചസ്ഥരം വിളിച്ചു പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ മുഴുവൻ മാനവജാതിക്കും രക്ഷപ്പെടുവാൻ സർവ്വജനത്തിനുമുണ്ടായ ഒരു മഹാസന്തോഷം ഈ രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്നെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിവിടെ വെളിപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത് വെളിപ്പെടാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഇളകി തെറിച്ചു മാറണം പലതും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരാൻ മേഘങ്ങളെ തേരാക്കിക്കൊണ്ട് യേശുക്രിസ്തു രാജാവായി വരുമ്പോൾ മേഘങ്ങൾ വഴിയൊരുക്കേണ്ടതിന് ആദ്യം ഇളകുന്ന ആകാശമാണെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ എത്രയോ പ്രാവശ്യം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാര് ഞങ്ങളുടെ തോമസ് മാമൻ സാറിനെ പോലെ, സജു ജാത്തനെ പോലെ, ജോൺ സാമുവേൽ സാറിനെ പോലെ ഈ വേദഭാവക്കെല്ലാം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു ശാസ്ത്രജ്ഞനൊന്നുമല്ല, കൃപയാൽ അങ്ങനെയുള്ള യാതൊരു കഴിവും എനിക്കില്ല. 10ാം ക്ലാസ് വരെ എങ്ങനെയാ ജയിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. 10ൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് 10 വരെ ജയിക്കുകയല്ലായിരുന്നു, 10 വരെ തോൽപ്പിക്കാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. എനിക്ക് അന്നേരം മനസ്സിലായത്. എൻ്റെ സാർ എന്നോട് ചോദിച്ചു, എടജോയെ ഈ 43 ദിവസമൊക്കെ നീ SLCക്ക് സമരം ചെയ്തിട്ട് എങ്ങനെയാടാ
ക്ലാസ്സിൽ നീ ഒന്നാമനായത്? ഞാനാകപ്പാടെ വണ്ടടിച്ച് നിൽക്കണം. ഒന്നാമൻ. സാറ് ഹെർക്കുലി സൈക്കിളിനകത്ത് മിൽമയിലേക്ക് പാലും കൊണ്ട് പോവുകയാണ്. തൊട്ടടുത്ത സാറാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്നാമൻ. ഒന്നാമനാകാൻ വഴിയില്ല. കാരണം ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ നടക്കത്തെ പാരഗ്രാഫിൽ നിന്ന് മേലോട്ടും താഴോട്ട് എഴുതി വെച്ചാണ് ഞാൻ പേജൊക്കെ തികച്ചത്. അപ്പോൾ എനിക്കറിയാമല്ലോ ഒന്നാമനാകാൻ വകുപ്പില്ലെന്ന്. അപ്പം ഞാനങ്ങനെ സംഭവിച്ചേക്കുമ്പോൾ സാറ് കുറച്ചുകൂടെ പോയി കരങ്കയിൽ കാല് കുത്തിയിട്ട് സൈക്കിളിൻ്റെ ബെല്ലടിച്ച്, എടാ നീ ഒന്നാമനാടാ, സംശയിക്കണ്ടടാ, മേളിയെന്നല്ല താഴെന്നാന്ന്. അപ്പം മനസ്സിലായോ? അങ്ങനെ താഴേന്ന് ഒന്നാമനായി ഞാനങ്ങനെ ശാസ്ത്ര വിഷയം പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ, അതൊക്കെ നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത്. ശിഷ്യന്മാർ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലോ, അതാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞു വിദ്യാഭ്യാസം ചെയ്യാത്തവനെങ്ങനെ ശാസ്ത്രം പ്രസംഗിക്കുന്നു. പിന്നെ ശിഷ്യന്മാരെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞു ഇവര് പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരുമല്ലേ, അപ്പൊ അവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്നും. വിദ്യാഭ്യാസം ഇല്ല എന്ന് കരുതിയിട്ട് സത്യം പറഞ്ഞുകൂടാന്നുണ്ടോ? 4 3 7 എന്ന് എഴുതിയാൽ നീ പൈതഗോറസിന്റെ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? 4 3 7 ആണെങ്കിൽ 7. പിന്നെ അതിനകത്ത് പൈതഗോറസിൽ സിദ്ധാന്തം പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ ആളുകൾക്ക് ഇങ്ങനെ ഈ യേശുക്രിസ്തു എന്താ പള്ളിക്കൂടത്തിൽ പോകാത്തതിനായിട്ട് ദൈവത്തിന് സ്വത്രം. പോയിരുന്നെങ്കിൽ അവിടുത്തെ അംഗൻവാടി ടീച്ചറിന്റെ ഗതി എന്തായാനെ എന്ത് നോക്കിയിട്ടുണ്ടോ? 12ാമത്തെ വയസ്സിൽ ഈ ചതകുപ്പ, ജീരകം, തുളസി ഇതിനകത്തൊക്കെ പതാരം കൊടുക്കുന്ന പണ്ഡിത ശിരോമണികൾ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച പാർട്ടികളുടെ നടുക്കാണ് യേശു ഇരുന്നത്. എവിടെ? 12ാം പള്ളിക്കൂടത്തിൽ പോകാത്ത യേശുക്രിസ്തു 12ാമത്തെ വയസ്സിൽ അവരുടെ നടുക്ക് ഇരുന്നു. അടുത്ത വാക്യം, അവന്റെ ഉത്തരത്തിൽ വിവേകത്തിൽ അവർക്ക് വിസ്മയം തോന്നിയെന്നാണ്. 12 വയസ്സിൽ പണ്ഡിത ശിരോമണികളെ മുട്ടുകുത്തിക്കത്തക്ക ജ്ഞാനം ഞങ്ങളുടെ യേശുവിനുണ്ടായിരുന്നു എങ്കിൽ അവനെങ്ങാനും അംഗൻവാടി ചേർന്ന് അംഗൻവാടി ടീച്ചർ ആത്മഹത്യ ചെയ്യും. ഈ കൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എനിക്ക് സർക്കാരിന് 150 രൂപ വേണ്ട, ഉച്ചത്തെ ഉപ്പുമാവും വേണ്ട, കോഴിമുട്ടം വേണ്ടത് പറഞ്ഞ് ജീവനും കൊണ്ടത് സ്ഥലം വിടുമെന്ന്. യേശു പള്ളിക്കൂടത്തിൽ പോകാത്തതിന്റെ കാര്യം മനസ്സിലായോ? ഇവിടെയുള്ള അധ്യാപകരെ നാണം കെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് ഞങ്ങളുടെ യേശു പള്ളിക്കൂടത്തിൽ പോകാതിരുന്നത്. നീ എത്ര PhD ഉള്ളവനാണേലും അവന്റെ കാൽ കീഴ്ന്ന് പഠിക്കണം കുഞ്ഞേ. അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ലെന്ന് കേരളത്തിന്റെ സാഹിത്യകനായ ബഹുമാനപ്പെട്ട ബാലചന്ദ്രൻ ചുള്ളിക്കട പറഞ്ഞ വാക്കറിയാമോ നിങ്ങൾക്ക്? ഇവിടുത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം കൊടുക്കണമെങ്കിൽ അത് യേശുക്രിസ്തുവിന് കൊടുക്കണം. ആരോട് പറയാൻ? പെന്തിക്കോസുകാര് പറഞ്ഞ കാര്യമല്ലാന്നിത്. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പത്തോലും പറഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ പറയാം, ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള ദേശീയ അവാർഡ് കൊടുക്കണമെങ്കിൽ അത് ആർക്ക് കൊടുക്കണം? എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കേട്ടോ. നിങ്ങളിപ്പോൾ ആർക്കാണ് ഇവിടെ ഈ ഏറ്റവും നല്ല സ്കൂൾ എന്ന് പറയുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. 100% വിജയം ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അതിനകത്ത് എന്താണ് ഇത്ര അത്ഭുതം ഇരിക്കുന്നത്? എൻ്റെ വ്യാഖ്യാനമല്ല, കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വ്യാഖ്യാനം പറയുന്നത്. നിങ്ങൾ പിള്ളേരെ ഇന്റർവ്യൂ നടത്തിയിട്ട് ഇവരുടെ തലക്കകത്ത് കളിമണ്ണല്ല അപ്ഷറിൽ ആൾപ്പാർപ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ട പിള്ളേർക്കല്ലേ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നേ അല്ലേ? തലക്കകത്ത് വിവരം ബോധം ഉണ്ട്, ചോദിച്ചിട്ട് 100ൽ 100. ഈ പിള്ളേർക്കാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുന്നത്. അവരിപ്പം 100% ജയിച്ചു എന്നുള്ളതിൽ എന്താ അത്ഭുതം? അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പം ഒരു തലക്കകത്ത് ഒന്നുമില്ലാതെ പാസ്സാകാത്ത കുറച്ച് പിള്ളേർ, അതാണല്ലോ സർക്കാർ സ്കൂളിൽ പോണേ, ആ പിള്ളേരെ നിങ്ങൾ വിളിച്ചു വരുത്തി ആ സ്കൂളിൽ 100% വിജയം നേടുമ്പോഴാണ് മികച്ച സ്കൂള്, മികച്ച അധ്യാപകൻ. അതിനെങ്ങോട്ട് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് യേശുക്രിസ്തുവിനെ പറയുകയാണ്, പള്ളിക്കൂടത്തിൽ പോകാത്ത മത്സ്യത്തിന്റെ ഗന്ധം മാത്രമുള്ള 12 പേരെ 3.5 വർഷം കൊണ്ട് തന്റെ ജീവിതം എന്ന സിലബസ് രാവും പകലും പഠിപ്പിച്ച് 3.5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പാലസ്തീന്റെ പച്ചമണ്ണിനെ ഇളക്കി മറിക്കത്തക്ക അസാമാന്യമായ വൈഭവമുള്ളവരാക്കി മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ ആരാന്നറിയാമോ? അത് യേശുവാണെന്ന് അംഗീകരിക്കുന്നവരാ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ഈ വലിയ നേതാവിന് സ്തോത്രം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഞാനും അതുകൊണ്ട് ശാസ്ത്രജ്ഞനൊന്നും അല്ല, ഒരു കഥാപ്രസംഗനായിരുന്നു ഞാൻ. കഥയൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ ഒറിജിനൽ കഥ പറയാൻ തുടങ്ങിയത്. ഈ ഭാഗത്തോട്ട് വരാം, നമുക്കൊരല്പം ആ ഭാഗത്തോട്ട് കടന്നു പോകാം. ഇവിടെ വായിക്കുന്ന 4 കാര്യങ്ങളാണ് വെളിപ്പാട് 6:12. അപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി. അതവിടെ നിൽക്കട്ടെ, അത് ഭൂമിയിൽ നടക്കുന്ന കാര്യമാണല്ലോ. സമയം കിട്ടിയാൽ നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരാം. ഭൂകമ്പത്തെക്കുറിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഭൂകമ്പത്തെ 3 തരത്തിലുള്ള കമ്പനങ്ങളാണ് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. 1 ടെക്ടോണിക്, 2 പ്ലൂട്ടോണിക്, 3 വോൾക്കാനിക്. വേദപുസ്തകത്തിനകത്ത് 5 വിധമായ കമ്പനമുണ്ട്. 1 ഭൂകമ്പം, 2 വലിയ ഭൂകമ്പം,
3 ഏറ്റവും വലിയ ഭൂകമ്പം, 4 ഇടിയോടുകൂടിയ ഭൂകമ്പം, 5 ഇടി മിന്നൽ നാദം, ഇതിൻ്റെ അകമ്പടിയോടുകൂടിയ ഭൂകമ്പം. അപ്പോൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടുള്ള ഭൂകമ്പങ്ങളൊക്കെ തന്നെ റിക്ടർ സ്കെയിലിൽ അഥവാ റിച്ചർ സ്കെയിലിൽ 2.4 ആരംഭിച്ച് വടക്കാഞ്ചേരി മുതൽ ആരംഭിച്ച് 9.78 വരെ കമ്പനമുണ്ടായിട്ടുണ്ട്. ചൈനയിലെ ബെയ്ജിങ്ങിൽ 7 ലക്ഷം ആളുകളാണ് ഒറ്റ കമ്പനത്തിൽ നഷ്ടപ്പെട്ടു പോയത്. പക്ഷേ ഇതെല്ലാം 1ാമത്തെ കാറ്റഗറിയിലേ വരൂ. ഏത്? ടെക്ടോണിക്കിലേ വരൂ. അപ്പോൾ ഏത് വരാനുണ്ട്? പ്ലൂട്ടോണിക് വരാനുണ്ട്, വോൾക്കാനിക് വരാനുണ്ട്, ബൈബിൾ പറഞ്ഞ വേറെ 2 കൂടെ വരാനുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞവിടുത്തെ സ്ഥിതി എന്താകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഭൂകമ്പം അവിടെ നിൽക്കട്ടെ, സമയം കിട്ടിയാൽ അങ്ങോട്ടേക്ക് വരാം. ആദ്യം നമുക്ക് ആകാശത്തിൽ നിന്ന് കയറിയച്ചും താഴോട്ട് ഇറങ്ങി വരാം. അപ്പോഴേക്കും സമയമാവുമെന്ന് എനിക്ക് തോന്നുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി മാറിപ്പോകും, നക്ഷത്രങ്ങൾ പെരുങ്കാറ്റ് കൊണ്ട് അത്തിക്കായകൾ പെരുങ്കാറ്റ് ഉതിർ താഴെ വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ, ഉൽക്കകൾ അത് വന്ന് താഴെ വീഴും. ഞാൻ ഈ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ഇളകുന്ന രാജ്യത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. 1, സൂര്യൻ കരിമ്പടം പോലെ എന്ത് ചെയ്യും? കറുക്കും. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ കൂടെയൊക്കെ ധാരാളം മെസ്സേജുകൾ നമുക്ക് ലഭ്യമാണ്. സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറയാം. ഈ സൂര്യന് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രം കൊടുത്ത മറുപടി പലപ്പോഴും വലിയ മണ്ടത്തരമായിരുന്നു. ആദ്യം പറഞ്ഞ 9,30,00,000 മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. കുറെ കഴിഞ്ഞപ്പം അത് ചുവട് മാറ്റി 15 ലക്ഷം കോടി മൈൽ അകലത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ വശമെന്നാ നിങ്ങൾക്കറിയാമോ? ഈ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിവിടെ നമ്മുടെ സർ CV രാമനെ പോലെയുള്ളവർക്കൊക്കെ ഒരു അഭിവാദനങ്ങളും ബിഗ് സല്യൂട്ടും അർപ്പിക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഇന്നത്തെ ശാസ്ത്രം, കവികളുടെ വാക്കാണ്, ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാം. ഉദാഹരണം, ചന്ദ്രനിൽ ആളുകൾ പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 7-8 വർഷമായി പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആര് പോയി എന്നായി പറയണേ? അവിടെ എങ്ങും ആരും പോയിട്ടില്ല എന്ന്. അതിന് അവർ പറയും തെളിവ് കേൾക്കണോ? ചന്ദ്രനിൽ നിങ്ങൾ കുത്തിയ ആ കൊടി ഉണ്ടല്ലോ, അതങ്ങനെ ആടുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിള്ളേർ ചോദിക്കുന്നത്, അവിടെ ഈ പാത്ത് പെയിൻ്ററൊക്കെ പോയിട്ടല്ലേ ഉള്ളൂ, ക്യൂരിയോസിറ്റി ഒക്കെ പോയിട്ടില്ല. അപ്പോൾ അവിടെ ചൊവ്വയുടെ പാറ, വെള്ളമുണ്ടോ, ജലമുണ്ടോ, ജീവനുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കൊടി ആടുന്നത്? അത് ഏതാണ്ട് സഹാറ മരുഭൂമിയുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് കുത്തി വെച്ച് കൊടിയുടെ ഫോട്ടോ കൊടുത്തു എന്ന് പിള്ളേർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പിള്ളേരുടെ കുഴപ്പം, നമ്മൾ ഈ പണ്ടത്തെ പിള്ളേരെ പോലെ ഇപ്പോഴത്തെ പിള്ളേർ, അവർ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാ ടെക്നോളജി അറിയാം, നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പം മൊബൈൽ നമ്മുടെ കിട്ടിയാൽ നമുക്ക് എന്തുകൊണ്ട് ഒന്നും അറിയാമില്ല, നമുക്കൊന്നും അറിയാമില്ല. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് എടുക്കാറില്ല, അങ്ങോട്ട് തുടങ്ങി ആ മൊബൈൽ അങ്ങോട്ട് കൊടുത്ത് 5 മിനിറ്റ് കൊണ്ട് അവനതിൻ്റെ പരിപ്പ് എടുത്ത് കൈ തരും. നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ടെക്നോളജി കൊണ്ട് അവർക്കറിയാവുന്ന അതൊരു സത്യസന്ധമായ കാര്യമല്ലേ? ഈ പിള്ളേരൊന്നും പറ്റിക്കാൻ പറ്റില്ല. ഇപ്പം ഒരാൾ മോനോട് ഒരു പട്ടിയുടെ പടവും എന്നിട്ട് ഒരു സ്കെച്ച് പേനയും കൊടുത്തിട്ട് ഇവിടെ കളർ ചെയ്തുകൊണ്ട് വേടാ, അവൻ ആ സ്കെച്ച് പേന മുഴുവൻ വരച്ചുകൊണ്ട് കുത്തിക്കുറിച്ചുകൊണ്ട് വന്നു. അപ്പം അവൻ്റെ അപ്പൻ അവനെ കളിയാക്കുക, മരമണ്ടൻ, പൊട്ടൻ, മരമാക്രി, കൊരങ്ങൻ. എന്ത് പറ്റി പപ്പ? എടാ, പട്ടിക്ക് ഒന്നുകിൽ കറുത്ത കളറ്, ഇല്ലെങ്കിൽ വെളുത്ത കളറ്, ഇല്ലെങ്കിൽ ബ്രൗൺ കളറ്. ഇതല്ലാതെ ഈ സ്കെച്ച് പേനയുടെ മുഴുവൻ കളറുള്ള പട്ടി ഉണ്ടോടാ? അപ്പം പറയാണ്, അയ്യേ ഞാനല്ല, ഈ പറഞ്ഞ പേരിലൊക്കെ യോഗ്യൻ പപ്പയാണ്. എന്താണ് കാരണം? ഞാൻ പപ്പ ഇത് കേരളത്തിലെ പട്ടിയല്ല പപ്പ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷം കഴിഞ്ഞ് വരുന്ന പട്ടിയാണ്. ഇപ്പം ആർക്കാ പ്രശ്നം? ഇപ്പം ആർക്കാണ് കുഴപ്പം? പിള്ളേരെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതുപോലെ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞു, അവർ ശാസ്ത്രം സമ്മതിച്ചില്ലേ, ഇത് ഉരുണ്ടതൊന്നുമില്ല, അവനെ ഞങ്ങൾ ഉരുട്ടിക്കൊന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ട്? സൂര്യന് അയനമുണ്ടെന്ന് പെന്തിക്കോസിലെ ഉപദേശിമാർ ആദ്യ ലോകത്തിൽ പറഞ്ഞത്. സൂര്യന് അയനമുണ്ട്. അപ്പൊ ശാസ്ത്രം എന്ത് പറഞ്ഞു? KB സൈമിൽ സാറിന്റെ വേദവിഹാരം കവിത പറയുന്ന പോലെ ഇവന്റെയൊക്കെ തലയുടെ സ്ക്രൂ 1-2 ഇളകിയിട്ടുണ്ട്. എണ്ണ തേച്ചുകൂടി 2-3 ഭംഗിയായി ചെയ്തിടുകയിൽ കുറേയൊക്കെ മാറും. ഈ ചെറുപറാപ്പറച്ചിലും മനുഷ്യനായാലും മണ്ടയിൽ തലച്ചോറ് വേണ്ടി വല്ല ഗുണ്ടാ മണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾ നോഹയെ കളിയാക്കിയതാണ്. അപ്പോൾ ഈ സൂര്യന് അയനമുണ്ടെന്ന് നമ്മുടെ ഉപദേശിമാർക്ക് വെളിവില്ല. കയ്യാല പണിക്കാരുടെ ഉപദേശിമാര് ചിരിക്കുമ്പോൾ 2 ഉമിക്കരി പല്ലിന്റെ പുറത്ത് കാണും. വേദവസന സിബ് പോലും ഇല്ല. മുണ്ടാണെങ്കിൽ കീറി തുന്നി എടുത്തോണ്ട് നടക്കുന്നു. 40 തുന്നിൽ വന്നപ്പോഴല്ലേ മുട്ടങ്ങി ഞാൻ പാട്ട് പാടിയത്. പെന്തിക്കോസുകാർക്ക് വിവരവും ബോധവും പൊക്കണമില്ലെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഉപദേശിമാർ ഈ സൂര്യന് അയനമുണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ശാസ്ത്രം പറഞ്ഞത് വിശ്വസിക്കാത്തതൊന്നുമല്ല, ബൈബിളാണ് ഞങ്ങൾക്ക് പ്രാധാന്യം. 19-ാമത്തെ സങ്കീർത്തനം പഠിച്ചാൽ ഞങ്ങൾ പറഞ്ഞു സൂര്യന് അയനം ഉണ്ടെന്ന്.
19-ാം സങ്കീർത്തനം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് ഒഴിക്കുന്നു, രാത്രി കറി കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകൾ ശബ്ദം കേൾപ്പാനില്ല. ഈ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് ഉദയവും മറുവറ്റം വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അത് മണവർന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. 2 വാൾ, 1 സർക്യൂട്ട്, 2 ഓട്ടം. 19-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് സൂര്യന് ഓട്ടമുണ്ടെന്നും സർക്യൂട്ട് അയനമുണ്ടെന്നും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത് കൊണ്ട് ഇതിന് അയനമില്ലെന്ന് ശാസ്ത്രം പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് നമ്മുടെ ഉപദേശിമാര് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഈ പുസ്തകം എടുത്തവർ ഇതിനകത്ത് നിന്ന് വല്ലതും പറഞ്ഞാൽ അവന് പഠിപ്പില്ലെങ്കിലും അവൻ സാമാന്യരായ ആളുകളാണെങ്കിലും ഇതിനകത്ത് നിന്നാണോ പറയുന്നത് ഞങ്ങൾക്ക് തിരുത്തേണ്ടി വരില്ല എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാര് പറഞ്ഞു, തമ്പേര് മേടിക്ക്, കൈകൊട്ട്, അന്യഭാഷ പറ, ആത്മാവിൽ നിറയെ. ആള് പറഞ്ഞു, ഓ വെണ്ടയ്ക്ക, കത്രിക്ക, കോവയ്ക്ക, മറുഭാഷ, അന്യഭാഷ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന സാധനമാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ താമസിച്ച ആലക്കുഴിയിലാണ്. അവിടാണ് മുരിങ്ങൂരും ഫോട്ടോയൊക്കെ. ഒന്നും ആക്ഷേപിക്കാൻ പറയുകയില്ല. അവിടെ എയർബാഗുമായി കെട്ടിവെച്ച് അവിടെ വന്ന് ഒരാഴ്ച ധ്യാനത്തിലിരുന്ന് ആദ്യം പറഞ്ഞ സാധനം എന്താണെന്നറിയാമോ? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിന്നെ പറഞ്ഞത് ഈ അന്യഭാഷയാണെന്ന്. സ്തോത്രം. ഇന്ന് ഏത് സഭകളിൽ അന്യഭാഷ ഇല്ലാത്തത്? ഒരു കാലത്ത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞപ്പം അതിനെ പുച്ഛിച്ചവനും പ്രാവിന്റെ രൂപത്തെ തലകീഴായി കോട്ടയം അരവൽ കെട്ടിത്തൂക്കിയിട്ട് ഞങ്ങളെ കളിയാക്കിയവരും ഇന്ന് അന്യഭാഷ പറയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി. ഞങ്ങൾ തിരുത്തില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലം വരും, ഒരു സമയം വരും. ചരിത്രത്തിൽ കൂടെ നീതി പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കണമെന്ന് ഒരു ഉപദേശവും ഞങ്ങൾ തിരുത്തില്ല. ഞങ്ങൾ പറഞ്ഞു സ്നാനം നമ്മൾ നിർത്തിയിട്ടുണ്ടോ? അപ്പോൾ എത്ര കൊല്ലായി പറയാം. ഞാൻ ഒരു പുസ്തകത്തിൻ്റെ ഒരു പുസ്തകം ഉള്ളൂ, സ്നാനം അത്യാവശ്യമാണോ, 2ാമത്തെ പുസ്തകം പ്രിന്റിങ്ങില്ല. തിരുത്തിയിട്ടുണ്ടോ ഞങ്ങൾ? ഇപ്പം പല സഭകളും പറഞ്ഞു വേണമെങ്കിൽ ആകാം. ഇതന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. ഒരൊറ്റ ഉപദേശം തിരുത്തില്ല. കാരണം വേദപുസ്തകമാണ് ഞങ്ങൾ ഉയർത്തിയത്. ഞങ്ങൾക്ക് തിരുത്തേണ്ട ഗതികേട് വരില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ സൂര്യന് അയനമുണ്ടെന്ന് ഉപദേശിമാര് പറഞ്ഞു. ഇപ്പൊ ശാസ്ത്രം സംബന്ധിച്ചു ഉണ്ടെന്ന്. ഭൂമിയെ പോലെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു. 28 ദിവസം 1 സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ സൗരയൂഥം എങ്ങോട്ട് പോകുന്നു? വടക്കോട്ട് പോകുന്നു. ഏത് വടക്ക്? ഏത് വടക്ക്? ഞങ്ങളുടെ ഉപദേശിമാർ വടക്കാണ് സ്വർഗം. ഇതൊക്കെ നമ്മൾ പറയുന്നല്ലേ. നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അന്വേഷിച്ചോ? ഇങ്ങനെ അന്വേഷിക്കണേ. ഇപ്പോൾ ചൊവ്വയിലോ ജീവനുണ്ട്, പോയി വെക്കുകയാണ്. ഞങ്ങൾ പറയാൻ ജീവനുണ്ടെന്ന്. എന്നാ കാര്യം? ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ടെന്നാ. എന്തോന്ന്? നക്ഷത്രങ്ങൾ സ്വഗതികളിൽ പൊരുതി. അത് മതി ഞങ്ങൾക്ക്. അവിടെയൊക്കെ ജീവനുണ്ടെന്ന്. നിങ്ങൾ ആ കോടികൾ മുടക്കുന്ന കാശ് പകുതിയാണ് ഞങ്ങൾ ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യാം. പിന്നെ അല്ലാണ്ട് ഏതാ ഞങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടുള്ളത്? ഒന്നുമില്ല. ബൈബിളിന്റെ 1-ാമത്തെ വാക്യം തന്നെ കണ്ടു. അതിനൊക്കെ പകരം ഇവിടെ എന്ത് വാക്യമുണ്ട്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോകത്തുള്ള മുഴുവൻ ആളുകൾ 4 കോണായിട്ട് തിരിഞ്ഞ് ഒരു ഭാഗത്ത് കിഴക്കത്ത് ചോദിക്കുകയാണ്, എന്നാണാവോ? ഉത്തരം ആദിയിൽ. കറക്റ്റാണ് ഉത്തരം. ഇപ്പൊ പടിഞ്ഞാറത്തെ ചോദ്യം ആരാണാവോ? ഉത്തരം ദൈവം. ഇപ്പൊ വടക്ക് നിന്ന് എന്താണാവോ? ഉത്തരം ആകാശവും ഭൂമിയും. തെക്ക് നിന്ന് എങ്ങനെയാണാവോ? പൊട്ടിത്തെറിച്ചതല്ല, ഉണ്ടാക്കിയതാ. ലോകത്തിലുള്ള 4 കോണിൽ നിന്ന് മുഴുവൻ കോടി ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഒരൊറ്റ വാചകത്തിൽ വായടപ്പിച്ച് മറുപടി കൊടുക്കുന്ന വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസ്യതയ്ക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഞങ്ങൾക്ക് ആ വാക്കും മാറ്റേണ്ടി വരില്ലെന്ന്. ആദിയിൽ എന്ന് പറഞ്ഞാൽ അവനാണ് ആദിയിൽ. വെളിപ്പാടിൽ ആമേൻ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് പറയാൻ ഒരുവനും അനുവാദമില്ലെന്ന് തന്നെയാണ്. അത് പറയേണ്ടവൻ ആദിയും അന്തവുമായ ആമേനായ ദൈവമാണെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. വടക്കോട്ട് പോകുന്ന വടക്കാണ് സ്വർഗം.
എത്ര തെളിവുണ്ട്? നിങ്ങൾക്ക് ജോയിപ്പാറയ്ക്കല്ലേ വീട് എവിടെ? അങ്കമാലി. വടക്കാണല്ലേ? ഇവരെ ആയിരിക്കും വടക്കേതാണെന്ന്. അങ്കമാലിയാണെന്ന്. അല്ല. ഞാൻ തിങ്കളാഴ്ച മുതൽ നിലമ്പൂരാ. അപ്പോഴേക്കും എവിടെ? അവിടെ മലബാറാണോ വടക്ക്? അല്ല. മലബാറുകാർ വടക്കേതാ? കാസർഗോഡ്. അവിടാണ് വടക്ക്? അല്ല. അവരുടെ വടക്ക് മംഗലാപുരം. മംഗലാപുരംകാരുടെ വടക്ക് വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യ ചെന്നാൽ വടക്ക് തീരുവോ? ഇല്ല. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞത് ഏറെ തെക്കോട്ട് പോകരുത്, വടക്ക് വശത്തെത്തും. സത്യം. ഏറെ തെക്കോട്ട് പോകരുത്, എവിടെ എത്തും? വടക്ക് വശത്ത്. എന്ത് ഉരുണ്ടതായതുകൊണ്ടായി പറയുന്നത്. സ്വത്രം. ഏതാ വടക്ക്? 1977 കാലഘട്ടങ്ങളിൽ വാനനിരീക്ഷണ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചൊരു സംഗതിയെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നോർത്തേൺ നെബൂള. അവർ പറയാം ആകാശത്തിന്റെ വടക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ, വടക്കെന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന വടക്കല്ല, ഭൂപടത്തിന്റെ വടക്ക്. ഉത്തരധ്രുവം എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങൾ ഇല്ലാത്ത, നക്ഷത്രങ്ങൾ ഇല്ലാത്ത, ഒരു നക്ഷത്ര കുഞ്ഞു പോലും ഇല്ലാത്ത, പക്ഷേ നേവി വിദഗ്ധർ പറയുന്ന അവിടെ ഒരു സ്റ്റാർ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ 77 പറയുന്നത് അവിടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയുന്ന ആകാശഗംഗ പോലെ ഇമാജിൻ ചെയ്ത ഒന്നുമില്ലാത്തൊരു ഭാഗം ആകാശത്തിന്റെ ഒരു ഭാഗത്തുണ്ട്. അതിന് പറയുന്ന പേരാണ് നോർത്തേൺ നെബൂള. ആ കാലങ്ങളിൽ അവർ കാര്യം പറഞ്ഞു. എന്നറിയാമോ? ആനക്കൊമ്പിന് സമാനമായ വെണ്മ പോലെ ഒരു വെണ്മ ഞങ്ങൾ അവിടെ കാണുന്നു. ഏതോ പുരാതനമായ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ കമാനമായ കവാടം പോലെ ഞങ്ങൾ കാണുന്നു. ഏതോ സ്ഫടികം പോലെ കിടക്ക തടാകം ഞങ്ങൾ കാണുന്നു. കണ്ടപ്പോഴേക്കും 3 പോലെ വന്നു. 3 പോലെ ഉപമാനങ്ങൾ. സ്ഫടികം പോലെ, കമാനം പോലെ ഒക്കെ അവർ കാണുകയാണ്. നോക്കണം, 10-300 പേജ് പിന്നിടുമ്പോൾ 312 പ്രാവശ്യം ഡാർവിൻ പറഞ്ഞു അങ്ങനെയാകാം, ഇങ്ങനെയാകാം, ഇങ്ങനെ അനുമാനിക്കാം, അങ്ങനെ അനുമാനിക്കാം, ഇങ്ങനെ ഊഹിക്കുന്നതാണ് ശരി. പക്ഷേ 1100 പരം അധ്യായങ്ങൾ ബൈബിൾ പിന്നിടുമ്പോൾ ഒറ്റ സ്ഥലത്ത് പോലും യഹോവ പറഞ്ഞിട്ടില്ല അങ്ങനെയാകാം, ഇങ്ങനെയാകാം, ഇങ്ങനെ ഊഹിക്കാം. പകരം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇതൊരു ഊഹാഭോഗത്തിന്റെ പുസ്തകമല്ല, അമ്മൂമ്മ കഥയല്ല, തെന്നാലി രാമൻ ഒന്നുമല്ല ഇത്. അതുകൊണ്ട് ഇത് ആധികാരികമായ പുസ്തകമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പുസ്തകം പറയണം വടക്കാണ് സ്വർഗമെന്ന്. ഏത് വടക്ക്? ഈ വടക്കോട്ടേക്ക് സ്വർഗമാണല്ലോ. എത്ര തെളിവ് വേണം? ഈ ഭൂമി എങ്ങോട്ടാ ചെരിഞ്ഞിരിക്കുന്നത്? എങ്ങോട്ടാ? വടക്കോട്ട്. എന്താ തെക്കോട്ട് ചെരിയാത്തത്? ആർക്കറിയാം? എന്താ കൂടുതൽ ചെരിയാത്തത്? ആർക്കറിയാം? ശാസ്ത്രം പറഞ്ഞു കുറച്ചുകൂടെ ചെരിഞ്ഞിരുന്നെങ്കിൽ ഇത് തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ചൊവ്വാഗ്രഹം പോലെ ആയേനെ. ഇത്രയും ചെരിഞ്ഞില്ലെങ്കിലോ തിളച്ചു മറിയുന്ന ശുക്രൻ പോലെ ആയേനെ. അതൊക്കെ ഒരു പാഠമാ. കാരണം ഭൂമിയിൽ നിന്നാണ് നമ്മളെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അധികം തിളച്ച് മറിയരുത്, ഇത്രേ തണുത്ത് ഉറച്ചിരിക്കുകയും ചെയ്യരുത്. കിഴക്കോട്ടും വടക്കോട്ടും ഇടത്തോട്ടും മാറരുത്, വലത്തോട്ടും മാറരുത്. ദാരിദ്ര്യം വേണ്ട, സമ്പത്തും വേണ്ട. കുതിരയെ പോലെ ആകരുത്, കോവർ കഴുതയെപ്പോ കണ്ടോ? ആ ഒരു ബാലൻസ് ചെയ്ത് വേണം ജീവിക്കാൻ. ചില ആളുകളൊക്കെ തവേ വന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാ. കാരണം അവൻ അടുത്ത 4 ആഴ്ച വരികയില്ല. 4 ആഴ്ച ഇത് ഒരുമിച്ച് പറഞ്ഞു പോകുന്ന പോക്കായത്. സ്വത്രം. ഇത് വടക്കോട്ട് പോവുകയാണ് മക്കളെ. എന്തിനാ വടക്കോട്ട് പോകുന്നത്? ഇത് ഭൂമിയോട് ചോദിക്കാം. ഈ കൊട്ടാരക്കരയിൽ നിങ്ങൾ ഭൂമിയോട് കമന്ന് കഴിഞ്ഞോട്ട് എന്തിനാ വടക്കോട്ട് ചരിഞ്ഞിരിക്കുന്ന? ഭൂമിയോട് ചോദിക്കുക. ഭൂമി പറയും എൻ്റെ വടക്കും നാഥൻ ഇരിക്കുന്ന സ്ഥലമാണ് വടക്ക്. ഞാൻ അവനെ കുമ്പിടുകയാണ്, ഞാൻ അവനെ ആരാധിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ ദേശനിവാസികളോട്, നിങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കണത്? അല്ല, അറിയാൻ മേലാത്തിട്ട് ചോദിക്കുകയാണ്. ഈ ഭൂമിക്ക് പോലും അറിയാം വടക്കോട്ടേക്കാണ് തിരിയുന്നെങ്കിൽ തിരിയേണ്ടതെന്ന്. സ്വത്രം. ബാക്കി ഞാൻ പറയുന്നില്ല. ഇന്നെങ്കിലും തിരിയുന്നെങ്കിലും വടക്കോട്ട് തിരിയ. ഈ ഭൂമി പറയും വടക്കാണ് എൻ്റെ ദൈവം ഇരിക്കുന്നതെന്ന്. എന്താ ആരാധന എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. ഹൃദയം ദൈവത്തോട് മാത്രം ഇടപെടുന്നതാണ് ആരാധന. സൃഷ്ടിതാവിന്റെ മുൻപിൽ സൃഷ്ടി നടത്തുന്ന സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. അതാണ് ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃതജ്ഞത നിറഞ്ഞ് കവിയുന്നതാണ് ആരാധന. അപ്പോൾ ഹൃദയത്തിനകത്ത് നന്ദി നിറഞ്ഞവൻ ആരാധനയ്ക്ക് എപ്പോ വരും? 10 മണിക്കാണ് സഭായോഗം. നിറഞ്ഞവൻ എപ്പോ വരും നന്ദി പറയാൻ? 9:45 വരും. നന്ദി കെട്ടവൻ എപ്പോ വരും?
അപ്പൊ നന്ദിയുള്ളവൻ 15 മിനിറ്റ് മുമ്പ് നേരത്തെ വരും, നന്ദി കെട്ടവൻ തീരാൻ 15 മിനിറ്റ് ഉള്ളപ്പോഴെങ്കിലും വരും. അതാ ഇനി അറിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ബഹിർഗമനമാണ് ആരാധന. സ്തോത്രം ചെയ്യ്, സ്തുതിക്ക്, ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യം പറയാം, നല്ല ഒന്നാം തരം സോഡ സർബത്ത് കുടിച്ചിട്ട്, ഒന്നാം തരം പെപ്സി കൊക്കക്കോള കുടിച്ചിട്ട് കൊമളെ പൊങ്ങി വാ പറയേണ്ട. അത് കുടിച്ച സാധനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഏതിലെങ്കിലും കൂടി അത് പൊങ്ങി വന്നോളൂ. അകത്ത് കിടക്കുന്ന സത്യദൈവമാണെങ്കിൽ അവൻ ആരാധിക്കാൻ പന്തല് പ്രശ്നമല്ല, കാട് പ്രശ്നമല്ല, വീട് പ്രശ്നമല്ലെന്ന്. കാരാഗ്രഹത്തിനകത്ത്, പത്മോസിനകത്ത് അവൻ എവിടെ കിടന്നാലും ദൈവത്തെ ആരാധിക്കുമെന്ന്. പാട്ടുകാരൊക്കെ കേറുന്ന കൊരവള്ളി പൊട്ടുകയാണ് ഇവിടെ. പാട്ടുകാരൊക്കെ അവരെന്ത് പാടുപെടുകയാണ് ഇവിടെ. സ്തോത്രം. ഇനി ആകപ്പാടെ ഈ പറയുന്ന സ്തോത്രത്തിന് GST വരാനുള്ളൂ. അപ്പത്തിനും ചമ്മന്തിക്കും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പറയാനുള്ള സ്തോത്രം മുഴുവൻ നേരത്തെ പറഞ്ഞു തീർത്തോ. പ്രൈസ് ദി ലോർഡ്. ആസ്മാരോഗം വന്ന കമ്പിയെ കെട്ടിത്തൂങ്ങി 8 പ്രാവശ്യം പൊട്ടിച്ച് പറയുന്നതിനേക്കാൾ കുറുക്കൻ ഓരിടുന്ന പോലെ ഹല്ലേലൂയ എന്ന് പറയാൻ ആരോഗ്യം കിട്ടുമ്പോൾ പറയുന്നവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. സൃഷ്ടിതാവിന്റെ മുമ്പിൽ സൃഷ്ടിത സാഷ്ടാംഗ പ്രണാമമാണ് ആരാധന. ഈ ഭൂമിക്കറിയാം ദൈവം എവിടാണെന്ന്. സുഹൃത്തെ, ഈ മണ്ണുകൊണ്ട് താങ്കൾ ഇട്ട് താങ്കൾക്കറിയാമോ തമ്പുരാൻ എവിടാണെന്ന്? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളത്. വടക്കാണ് സ്വർഗം. പണ്ടൊക്കെ ആളുകൾ കടലിൽ പോകുമ്പോൾ ദിശ മനസ്സിലാക്കുക, സാധനം വെച്ച് നോക്കുമായിരുന്നു. എന്തോന്ന്? അന്ന് നിഴലാണ്, നിഴൽ, അല്ലാതെ വേറൊരു സാധനം ഉണ്ട്. 35 രൂപ കൊടുത്ത സാധനം കിട്ടും. പേര് വടക്ക് നോക്കി യന്ത്രം. എന്നാ തെക്ക് നോക്കി യന്ത്രം ഒന്ന് പേരിടാത്ത? വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്തസൂചികൾ ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളെന്ന് വല്ലം മനസ്സിലാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 35 രൂപ കൊടുത്താൽ കിട്ടുന്ന വടക്ക് നോക്കി യന്ത്രത്തിന്റെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ ദൈവസഭയ്ക്ക് പറയാം തമ്പുരാൻ എവിടെ ഇരിക്കുന്നതെന്ന്. ഞങ്ങൾ ഊഹം കൊണ്ട് ആരാധിക്കുന്നവരല്ല. എത്ര PhD ഉള്ളവര് എവിടെ മുട്ടുകുത്തും. പക്ഷെ പള്ളിക്കൂടത്തിൽ പോകാത്ത ഞങ്ങളുടെ ചട്ടയും മുണ്ടുകൊടുത്ത അമ്മച്ചിമാര് പോലും കണ്ടതിന് മുമ്പിൽ മുട്ടുകുത്തത്തില്ലോ, വെളിപ്പെട്ടതിന്റെ മുമ്പിലെ മുട്ടുകുത്തത്തുള്ളെന്ന്. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിനെയും ആരാധിക്കത്തുള്ളെന്ന്. സൂര്യന്റെ അകത്ത് 4 കോടി ഡിഗ്രി ചൂടുണ്ട്. ഉപരിതലത്തിൽ 12,000 ഡിഗ്രി ചൂടുണ്ട്. സൂര്യൻ നിന്ന് പുറപ്പെടുന്ന തീ ജ്വാലയുടെ നീളം 25,000 കിലോമീറ്റർ നീളം. എത്ര കൃത്യമാ നിങ്ങൾക്ക് തോന്നും. ഓ, പാസ്റ്ററിന്റെ വർത്താനം കേട്ട് ആനപ്പുറത്ത് പാപ്പാൻ കയറിയിരുന്ന പോലെ സൂര്യൻ്റെ പുറത്ത് തെർമോമീറ്ററുമായിട്ട് കയറിയിരുന്ന് അതൊന്നും ചിന്തിക്കേണ്ട. ശാസ്ത്രം പറഞ്ഞ് നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 40 ലക്ഷം ടൺ ഭാരം വീതം കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നു ഹൈഡ്രജൻ. ഹീലിയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലം അധിക നാളിത് കത്താനുണ്ടാവില്ല. അധിക നാളിത് കത്താൻ സമയമായി കത്താനുണ്ടാവില്ല. അതിൻ്റെ തെളിവ് 45 ഡിഗ്രിക്കുള്ളിൽ കേരളത്തിൽ ചൂട് വന്നു കഴിഞ്ഞു. അറിയാമോ? കേരളത്തിൻ്റെ ഏറ്റവും നല്ല തണുപ്പുള്ള പ്രദേശമാണ് വാഗമൺ, പീരുമേട് ഒക്കെ ചൂടാണ്. 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെല്ലുമ്പോൾ AC റൂമില്ല. ഈ പറഞ്ഞ വയനാടും ഇടുക്കിയിലും വാഗമണിലൊന്നും ഫാനിട്ട റൂമുകൾ പോലുമില്ല. ഇന്നതെല്ലാം ഉണ്ട്. അന്തരീക്ഷത്തിൻ്റെ ചൂട് 7 മടങ്ങ് വർദ്ധിക്കുന്നു. അന്റാർട്ടിക് മഞ്ഞമല ഉരുകുന്നു. പെൻഗിൻ ഹിമക്കരടികൾ കാണാതാകുന്നു. കടലിലെ വെള്ളം 7 അടി ഉറങ്ങാൻ പോകുന്നു. എവിടേക്കാ നമ്മൾ പോകുന്നേ? എവിടേക്കാണ് നമ്മൾ നീങ്ങുന്നത് പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം മനസ്സിലാക്കണം. സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് മാറും. അതിന് അധികം കാലമൊന്നും വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. അച്ഛാ, ഈ സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം ഉണ്ടാവോ? ദിവസങ്ങളുണ്ടാവോ? സൂര്യൻ ഇല്ലാതെ ജീവിക്കുന്നത് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്താ തർക്കം? ഇന്ന് രാത്രി ഈ കൺവെൻഷൻ പന്തലിൽ ഹാലജൻ ബൾബുകൾ, ട്യൂബ് ലൈറ്റുകളൊക്കെ ഉണ്ട്. കൊട്ടാരക്കര ചെല്ല് ഇഷ്ടം പോലെ വഴിവിളക്കുകൾ, മാസ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു കിടക്കുകയാണ്. നാളെ നേരം വെളുത്ത 12 മണിയായി. ഈ വിളക്ക് എവിടെയെങ്കിലും കത്തിക്കിടക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ഈ വിളക്ക് വെളിച്ചം ആവശ്യമായി വന്നത് രാത്രിയിലാണ്. എന്താ കാര്യം?
സൂര്യനെ കാണാനില്ല, അതുകൊണ്ട് ബദൽ സംവിധാനമാണിത്. പടിഞ്ഞാറ് ചെഞ്ചായും പൂശി മൺമറഞ്ഞ അതേ സൂര്യൻ കിഴക്ക വെള്ള കീറി ഉദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറിജിനൽ സൂര്യൻ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആവശ്യമില്ലെന്ന്. നമ്മൾ കാണുന്ന സൂര്യൻ്റെ 100 മടങ്ങ് വലിപ്പമുള്ള സൂര്യനുടെ പേര് ആർക്കിയോൺ. 1,86,000 മൈൽ വേഗത്തിൽ സൂര്യപ്രകാശം സഞ്ചരിച്ചിട്ടും ഇതുവരെ വന്നെത്താത്ത അകലത്തിൽ സൂര്യന്മാരുണ്ട്. വേറെ 4 ഭൂമി കണ്ടുപിടിച്ചിരിക്കുന്നു ആളുകൾ. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈ സൂര്യൻ ഇവിടുന്ന് മാറും. എപ്പം മാറും? ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന് 375 പേരുകൾ ബൈബിളിലുണ്ട്. അത് ഒറ്റ പേര് പറയാം. ഒറ്റ പേര് പറഞ്ഞാൽ സൂര്യൻ തലം വിടും. മലാക്കി പ്രവചനം 4-ാം അധ്യായം, രോഗോപശാന്തിയോടുകൂടെ അവൻ എങ്ങനെ വരും? നീതി സൂര്യനായി വരും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലിൽ അടക്കം ചെയ്തപ്പോൾ ലോകം വിചാരിച്ചു ഇനി ഇത് വെട്ടം കാണത്തില്ലെന്ന്. ഉയർത്തെഴുന്നേറ്റു, ആകാശത്തിലേക്ക് പോയി, തിരികെ വരും. എങ്ങനെ? 1 കോടി സൂര്യപ്രഭയോടുകൂടെ, 1000 കോടി സൂര്യപ്രഭയോടുകൂടെ യേശുക്രിസ്തു ലോകത്തിൽ വരുമെന്ന്. ഒറിജിനൽ സൂര്യൻ ഇവിടെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സൂര്യന്റെ ആവശ്യം വരികയില്ല. അതാണ് വെളിപ്പാട് പുസ്തകം. ഇനി സൂര്യന്റെ പ്രകാശം ആവശ്യമില്ല, ചന്ദ്രന്റെ പ്രകാശം ആവശ്യമില്ല. പകരം കുഞ്ഞാടാണ് ഇവിടുത്തെ വിളക്ക്. സൂര്യൻ അവിടെ കൂടാരം അടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിലിറക്കരുത്, ഷെഡിൽ കയറ്റിയിട. 1 കിലോ 20-50 രൂപ. പക്ഷെ റോഡിൽ കിടക്കുന്ന വണ്ടിയിൽ ആർക്കും വേണ്ട, പാമ്പുകൾക്ക് മാളമായി കിടക്കുകയാണ്. സൂര്യൻ വാഴ്ച അവസാനിപ്പിച്ചിട്ടില്ല ഇതുവരെ. സൂര്യന് വാഴ്ച, ആദാമിനും വാഴ്ച. പറഞ്ഞു തീരും മുമ്പ് ആദാം വീഴ്ച. സൂര്യൻ ഇതുവരെ വീഴ്ചയിൽ കലാശിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ മാന്യമായ സ്ഥാനം നൽകും. എന്തിനാണെന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശുക്രിസ്തു പറഞ്ഞ പിതാവിന്റെ ഭവനത്തിൽ എന്തുണ്ട്? അനേകം വാസസ്ഥലങ്ങളുണ്ട്. ആരംഭകാലത്ത് ഭൂമി ശൂന്യമായി മാറിയപ്പോൾ അതിനെ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ ഉണങ്ങിയ നിലമാക്കിയതിന്റെ കീഴ്മേൽ മറിച്ച് പുതിയ വാസയോഗ്യമാക്കി മാറ്റിയതുപോലെ ഈ സൂര്യന്റെ ഇന്ന് അടുക്കുവാൻ കഴിയാത്ത വിധം ആ ചൂടെല്ലാം മാറിക്കഴിയുമ്പോൾ അതിനെ വീണ്ടും നന്നാക്കി എടുത്തിട്ടുണ്ടല്ലോ. പുനഃപ്രതിഷ്ഠിച്ചിട്ട് ഭക്തന്മാർക്ക് അവിടെ താമസിക്കാൻ ഇടം കൊടുക്കുമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. തെളിവ്, ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കുമെന്ന് തിരുവചനത്തിലുണ്ട്. ഈ രാത്രി ഒരു ദൂതും കൂടെ പറയാം. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ പടിയടച്ച ഭിണ്ണം വെക്കപ്പെട്ടവരെ, അവകാശം തരാതെ ഇറക്കി വിട്ട വാത്സല്യ സഹോദരന്മാരെ, അപ്പനും അമ്മയും തിരികെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാത്തവരെ, അളവുനൂൽ നിനക്ക് മനോഹര ദേശത്ത് വീടിരിക്കുന്നു. അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, ചന്ദ്രൻ രക്തതുല്യമായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ചന്ദ്രന് ഇവിടെ ഏറ്റവും നിൽക്കുന്ന നക്ഷത്രമാ. സൂര്യന്റെ പ്രകാശം സ്വീകരിക്കുന്നു, റിഫ്ലക്ഷൻ നൽകുന്നു. അത്രയുള്ള ചന്ദ്രന്റെ പണി. അതിപ്പം നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. സൂര്യൻ ഇല്ലെങ്കിൽ ആരില്ല, അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അത്രയും മണവാളിനും മണവാട്ടിയും പന്തലിൽ നിന്ന് പോയാൽ പിന്നെ നമ്മളതിൽ ഐസ്ക്രീം നിന്ന് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ, പഞ്ചാരി മേളവും പഞ്ചവാദ്യവും എല്ലാം ആനയും അമ്പാരിയും പൂരപ്പറമ്പിൽ ഒഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലൂൺ വീർപ്പിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ, അച്ഛൻ കുർബാൻ നിർത്തിയാൽ പിന്നെ കപ്പ്യാര് ധൂപക്കുറ്റി വീശി നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ, സൂര്യൻ കരിമ്പടം പോലെ മാറിയാൽ ചന്ദ്രൻ സ്ഥലം വിടും. രണ്ടും കൂടെ പോയാൽ എന്തോ സംഭവിക്കുന്നില്ല, അറിയാമോ? ആർക്കറിയാം? എന്തിനാ സൂര്യൻ ഉണ്ടാക്കിയെന്ന് പറ ആദ്യം. എന്തിനാ? പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴുവാൻ. അപ്പൊ അതേതാ സൂര്യനും. അപ്പൊ നിങ്ങൾക്ക് കാലങ്ങൾ, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതം, ഉഷ്ണം, വിത, കൊയ്ത്ത്. അർത്ഥം ദിവസങ്ങളും കാലങ്ങളും തിരിച്ചറിയാനാണ് സൂര്യനും ചന്ദ്രനും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി 104-ാം സംഖ്യ 19-ാമത്തെ വാക്യം, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു, ചന്ദ്രനെ അവൻ കാലനിർണയത്തിനായി നിയമിച്ചു. എല്ലാവരും ഒരേ വർഷമല്ല. ഇസ്രായേൽ ചന്ദ്രമാന വർഷം. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ 14+14 28, പൗർണമാസി അമാവാസി 22, 30, 12 360. അപ്പോ മലയാള വർഷം, ശകവർഷം, ഹിജറ, ജൂലിയൻ കലണ്ടർ ഒക്കെ ഇല്ലേ? അപ്പൊ സൂര്യനും ചന്ദ്രനും ഉള്ളത് കൊണ്ടാണ് കാലങ്ങളും ദിവസങ്ങളും ഉള്ളത്. ഇത്രയും മനസ്സിലായല്ലോ. ഇന്ന് രാത്രി യോഗം കഴിഞ്ഞു. നമ്മളെ 9 യോഗം കഴിഞ്ഞു. നമ്മളെന്ത് പറഞ്ഞു പോവും?
നമ്മൾ ആണുങ്ങളെന്ത് പറയും? ഗുഡ് നൈറ്റ്. പെണ്ണുങ്ങളെന്ത് പറയും? ബാക്കി നാളെ പറയാം. അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നോട്ടെ. അപ്പോൾ നമ്മൾ പറയും ഗുഡ് നൈറ്റ്. എന്താ പറയാനുള്ള കാരണം? സൂര്യനില്ല, അതുകൊണ്ടാണ്. അല്ലാണ്ട് 9 ആയതുകൊണ്ടൊന്നുമില്ല. 9:30 ആയതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറഞ്ഞതെങ്കിൽ തിരിച്ചൊരു കാര്യം കൂടെ പറയാം. നാളെ രാവിലെ 9:30 സൂര്യനെ കണ്ടിട്ടില്ല, അപ്പൊ ഗുഡ് മോർണിംഗ് പറയൂ? ഇല്ല. പറയൂ? ഇതിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അതൊരു ഞായറാഴ്ച ആയിരുന്നെങ്കിൽ പള്ളിയിലും പോകണ്ടല്ലോ. അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ ഇവിടെ ദിവസങ്ങളും കാലങ്ങളും ഇല്ലെന്ന് സ്തോത്രം സ്തോത്രം. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് എന്ത് ലാഭം? മരണം ലാഭമാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ഉദാഹരണം, കൊട്ടാരക്കര മാർക്കറ്റിൽ ചെന്നു, 100 രൂപയുടെ ഞാലിപ്പൂവും കൊല്ലം മേടിച്ച് വെച്ചു. നിങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ചായ കുടിച്ചേച്ച് വരാം. നിങ്ങൾ വന്നപ്പോൾ ഒരാൾ ആ ഞാലിപ്പൂവും കൊല്ലയുടെ വാഴത്തട്ടി പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചേട്ടൻ്റെ ആണോ? അതെ. എത്ര രൂപ? 100 രൂപ. ഞാൻ കണ്ടേ ചോദിതാ, ഞാൻ മേടിച്ചു. 110 രൂപയ്ക്ക് കൊടുക്കുന്നില്ല. 120 ഇല്ല. 130. ഇയാൾക്ക് വേറെ മേടിച്ചൂടെ? അല്ല, ഇതിനൊരു മോഹം, അതുകൊണ്ട് കൊടുക്കുന്നില്ല. 150, 160. പുള്ളി അരിച്ചു, ഒരു കാര്യം ഞാൻ കൊടുത്തേക്കാം. കാരണം 8 രൂപയുടെ ചായ കുടിക്കാൻ പോയപ്പോഴേക്കും 52 രൂപ ലാഭം. കൊടുത്തു. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിന് പറഞ്ഞ പേരാണ് എന്തോന്ന്? ലാഭം. ചെറിയ മുതൽ മുടക്ക് വലുത് തിരിച്ചു പിടിക്കുക, അതിന് പറഞ്ഞ പേരാണ് എന്തോന്ന്? ലാഭം. അങ്ങനെ ഇന്ന് രാവിലെ കൊട്ടാരക്കര മാർക്കറ്റിൽ പോയി 8 രൂപയുടെ ചായ കുടിക്കുമ്പോൾ 52 രൂപ ലാഭം കിട്ടിയ ഒരുത്തൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം? ലാഭം കിട്ടിയവന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആരാ പറയാത്ത? അതും പറയാം. പിശുക്കിന് PhD എടുത്ത ഒരുത്തൻ 100 രൂപയ്ക്ക് കുരുമുളക് മേടിച്ചു വെച്ചു. 5 ലക്ഷം രൂപയുടെ കുരുമുളകാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. പുള്ളി പറഞ്ഞു, എടി നമ്മുടെ കൊച്ചിൻ്റെ വയസ്സ് എത്രയായി? 10, 15, 25 വയസ്സാകുമ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ കുരുമുളക് എത്രയാവും? 10 ലക്ഷം. ഇപ്പം ഇരട്ടി ആവൂലേ? കൊച്ചിനെ ഇരട്ടി വയസ്സാകുമ്പോൾ കുരുമുളകിൻ്റെ വില ഇരട്ടിയാവില്ല. അപ്പോൾ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുരുമുളകിൻ്റെ വില 110, 120, 130, 40, 50. ഭാര്യ പറഞ്ഞു കൊടുക്കുക. 150 ഇല്ല, കൊടുക്കുകയില്ല. പെൺവാക്ക് കേൾക്കുന്ന പെരുവഴി. 160, 70. മനുഷ്യ കൊടുക്കുകയില്ല. 190 കൊടുക്കില്ല. 210 കൊടുക്കുള്ളൂ. എന്താണോ 210? 100 എൻ്റെ മുതൽ മുടക്ക്, 100 ലാഭം, പിന്നെ 10 എനിക്ക് തോന്നുന്നു സ്വോത്രക്കാഴ്ച ഇടാനായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. 10 ആണല്ലോ ഇവിടെ വീടുന്നത്. ഈ ദൈവം പ്രാർത്ഥന കേൾക്കാത്തവനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. ഈ 10ന്റെ പ്രിന്റിങ് മാറ്റാൻ എത്ര കൊല്ലമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ആ പ്രാർത്ഥനയും കേട്ടിരുന്നു. 10 അവിടെ നിൽക്കട്ടെ. നമ്മുടെ 10നെ എങ്ങനെ എനിക്കൊക്കെ പല അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ മൂവാറ്റുപുഴ ഞാൻ അങ്കമാലിന്ന് കോട്ടയത്തിന് പോകുമ്പം മൂവാറ്റുപുഴപ്പം കണ്ടക്ടറിനോട് ചോദിച്ചു, എവിടാ? കോട്ടയം 83. പേര് തുറന്നപ്പോൾ പുള്ളി പറഞ്ഞു, കുറേ 10 ഇരിക്കുക. പുള്ളിനോട് പറഞ്ഞു, ഈ 10 എനിക്ക് തരാമോ? എന്തിനാ? കുറേ ബാക്കി കൊടുക്കാണ്ട്, അതുകൊണ്ടാണ്. ഞാനൊരു കുത്തു പിടിച്ച് അങ്ങോട്ട് കൊടുത്തു. 38 എണ്ണം. പുള്ളി 35 എടുത്തു, 3 തിരിച്ചു തന്നു. സന്തോഷം, താങ്ക്സ് ഒക്കെ പറഞ്ഞു. എനിക്ക് 3 100 നോട്ടും തന്നു. എല്ലാം കഴിഞ്ഞ് പുള്ളി തിരിച്ച് വന്നിരുന്നപ്പം ഞാനിച്ചിരി ക്യാമറ വയ്ക്കുന്ന, കാരണം പുള്ളിയുടെ സങ്കടമൊക്കെ തീർത്താണല്ലോ ഞാൻ. പുള്ളി എന്നോട് ചോദിക്കുക, പാസ്റ്ററാണല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ? എവിടുത്തെ പാസ്റ്റർ? ഞാൻ വിട്ടുകൊടുത്തില്ലേ. അല്ല, അത് പറ, സത്യം പറ, പാസ്റ്റർ അല്ലേ? ഇപ്പം ഞാൻ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കണേ. ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ഈ 10ന്റെ നോട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങൾ പാസ്റ്റർ പറഞ്ഞു? അല്ല, സത്യം പറ, പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, അല്ല ഇത് പറ, നിങ്ങൾ 10 അല്ല പാസ്റ്ററേ. പാസ്റ്റർമാരെ കണ്ടറിയാം. സാധാ 10 നോട്ട് കണ്ടാൽ അല്ല തിരിച്ച്. പിന്നെ പക്ഷേ ഈ മൂഷിഞ്ഞ 10ന്റെ നോട്ട്, ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന പോലെ സെല്ലേട്ട് വെച്ച് ഒട്ടിച്ച സാധനം, വളച്ചാൽ വളയാത്ത, കത്തിച്ചാൽ ദഹിക്കാത്ത, ഒടിച്ചാൽ ഒടിയാത്തത്. ഇങ്ങനത്തെ 10ന്റെ നോട്ട് കാണുമ്പോൾ മനസ്സിലാക്കണം, 2 പേരുടെ കയ്യിലേ അതുള്ളൂ പാസ്റ്ററേ. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഓ ഒരു കൂട്ടുകാരൻ, അതാരാന്ന് വെച്ചു. 1 പിച്ചക്കാരൻ, 2 പാസ്റ്റർ. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ ഇവിടെ സ്വോത്രക്കാഴ്ച ഇല്ലാത്തരാ ദൈവത്തിന്. ആ സ്വോത്രം ഞാൻ ആ ഭാഗം വിടുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാൾ പറഞ്ഞു 210 കൊടുക്കത്തുള്ളടി. എന്തിനു പറയുന്നു? പിറ്റതാഴ്ചയിൽ കുരുമുളക് 180, 70, 60, 50, 40, 30. കുരുമുളകിന്റെ വില താഴോട്ടും കൊച്ചു വളർന്ന് മേലോട്ടും വളർന്നു. ഡോക്ടർ കല്യാണാലോചന വന്നു. കുരുമുളകിന്റെ വില 58 രൂപ. അയാൾ ഗതി കെട്ട് വിറ്റു. എന്നിരിക്കട്ടെ,
അങ്ങനെ 10 കൊല്ലം മുൻപ് 100 രൂപയ്ക്ക് മേടിച്ച കുരുമുളക് 58 രൂപയ്ക്ക് വിറ്റ ഒരാൾ ഈ യോഗത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടാലറിയാം. എങ്ങനെ വന്നിരിക്കുമ്പോഴേ ഏത്തവാഴയ്ക്ക് ഊന്നുകൊടുത്തു ഒരു ഇരിപ്പ്. എൻ്റെ ഇരിപ്പ് ഇവിടെ യേശു ക്രിസ്തു വന്നാലും സൂര്യൻ കരിമ്പട പോലെ കർത്താലും എന്നാലും എൻ്റെ കുരുമുളക് 10 ലാഭം വല്ലതും മനസ്സിലായത് മക്കളെ? ഇന്ന് രാത്രി ഞാൻ മരിക്കാതിരിക്കട്ടെ. എന്തോന്ന്? നിങ്ങളാരെങ്കിലും മരിക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. ചിലരുടെ മോന്ത കണ്ടപ്പോൾ വേണ്ടെന്ന് വെച്ചു. എൻ്റെ നാളെ കഴിഞ്ഞ് ഓടനാവട്ടത്തും കൂടെ വരാനുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും മരിച്ചു പോയി പിന്നെ ഞാൻ വരും ആൾ മരിക്കുന്നു പറഞ്ഞ് അങ്ങനെയാവും. അപ്പോൾ അത് വേണ്ട. ഇന്ന് രാത്രി ഞാൻ മരിക്കാതിരിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ ജീവിതം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പം 36 കൊല്ലമായി ഞാൻ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത്. 36 വർഷം അങ്ങോട്ട് കൊടുത്തത്. ചെറിയ മുതൽ മുടക്ക്. എൻ്റെ കണക്ക് വലിയ വർഷമൊക്കെയാ, ദൈവത്തിന്റെ കണക്കിൽ വെറും ചെറുതാ. 36 അങ്ങോട്ട് കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ദൈവം എനിക്ക് തിരികെ തരുന്നതാണ് ലാഭം. ലാഭം. എന്ത് ലാഭം? സെക്കൻഡുകൾ ഇല്ലാത്ത, മിനിറ്റുകൾ ഇല്ലാത്ത, മണിക്കൂറുകൾ ഇല്ലാത്ത, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ഇല്ലാത്ത, 1, 2, 3, 4 ആഴ്ചകൾ ഇല്ലാത്ത, 2018, 19 വർഷങ്ങൾ ഇല്ലാത്ത, 20, 21 നൂറ്റാണ്ടുകൾ ഇല്ലാത്ത, സഹസ്രാബ്ദങ്ങൾ ഇല്ലാത്ത, കാലങ്ങൾ ഇല്ലാത്ത, കാലഘട്ടങ്ങൾ ഇല്ലാത്ത, ഋതുക്കൾ ഇല്ലാത്ത, ഋതുഭേദങ്ങൾ ഇല്ലാത്ത നിത്യതയാണ് ദൈവം തിരികെ തരുന്നത്. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പുതിയൊരു യുഗം വിരിയും തിരികെ വരാതെ. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും കളം വിട്ടൊടിയുന്നതോടുകൂടെ തിരികെ വരാത്ത നിത്യത ഇവിടെ പിറന്നു വീഴും. നക്ഷത്രങ്ങൾ താഴെ വന്ന് വീഴുന്നു. അമേരിക്കൻ ശാസ്ത്ര സംഘടനയായ AAS അവരുടെ ശാസ്ത്രീയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് 68 വരെ ഉണ്ടായിരുന്ന സ്ഫോടനങ്ങൾ ഇപ്പോഴില്ല. വൈറ്റ് ഡ്വാർഫ്, വെള്ളക്കുള്ളൻ 2 നക്ഷത്രങ്ങൾ ഒരുമിച്ച് ഭൂമിയിലേക്ക് വരുന്നു. നോക്കിക്കേ, വെളിപ്പാട് 8:10. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം എവിടേക്ക് വന്ന് വീണു? ആകാശത്ത് നിന്ന്. ഇനി വായിക്കണ്ട, എല്ലാവരും സിബൊക്കെ ഇട്ടെന്ന് എനിക്ക് മനസ്സിലായി. 9:10 നിർത്താൻ പോവുക. ഇനി തുറക്കൊന്നും വേണ്ട, ആൾ കൂട്ടി വെച്ചാൽ. അപ്പൊ ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം. ഏത് ദീപം? ദീപം. ആ ദീപം അല്ല അവിടുത്തെ ദീപം. പിന്നെ ദീപാന്നറിയാമോ? ഉഗ്രസ്ഫോടക ശേഷിയുള്ള TNT-യുടെ 100 മടങ്ങെടുത്താൽ കിട്ടുന്ന വലിപ്പം എത്രയാണോ അതിന്റെ 100 ഇരട്ടിക്ക് പറയുന്ന പേരാണ് ഇവിടെ ദീപം. അതൊക്കെ പൊട്ടിയത് സ്ഥിതി എന്താ പ്രിയപ്പെട്ടവരെ? അന്നത്തെ ഭാഷയാണത്. ഇന്നങ്ങനെ എഴുതാൻ കൊള്ളാമോ? അന്ന് പറഞ്ഞു കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അന്ന് അങ്ങനെ എഴുതി. ഇന്ന് എഴുതുവോ? ഇല്ല. കാരണം അന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ ഒന്നും സംഭവിക്കില്ല. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിലാണ് എല്ലാ കോപ്രായങ്ങളും ആൾ ഒപ്പിക്കുന്നത്. ഇന്നാണെങ്കിൽ ആ വാക്ക് എഴുതില്ല. ഇന്നാണെങ്കിൽ ഫോട്ടോ ഫിനിഷിങ്ങിനിടയിൽ ഉണ്ടോ? PT ഉഷയ്ക്ക് നമ്മുടെ സ്പ്രിന്റ് റാണി ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാതെ പോയത് ഒരു സെക്കൻഡിന്റെ, ഇതൊരു സെക്കൻഡ്, അത് 700ൽ ഒരു അംശത്തിനാണ് മെഡൽ കിട്ടാതെ പോയത്. ചിന്തിക്കാൻ പറ്റുമോ? സ്വത്രം ആരൊന്നും മിണ്ടുന്നില്ല. ഒരു തലമുടി നാരിഴ 42 കീറി ഒരുത്തരം ഗിന്നസ് ബുക്കിൽ സാധനം പിടിച്ചിട്ടുണ്ട്. ആരോട് പറയാൻ? നിങ്ങൾ വിചാരിക്കുന്നു 44 ഞങ്ങൾ മുറിക്കുമല്ലോ. വട്ടമല്ല, നീളം. വെണ്ടയ്ക്ക മുറിക്കുന്നില്ല, വട്ടമല്ല, നീളം. ഒരു തലമുടി നാരിഴ 42 കീറി. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു ചാൺ മുടി ചോറിനകത്ത് കിടന്ന കാണാനുള്ള കഴിവുണ്ടോ നമുക്ക്? ഇല്ല. അതുകൊണ്ടല്ലേ തൊണ്ടേന്ന് എടുക്കുന്നേ. ഇതെവിടെ കിടന്നതാ? ഇതെവിടെ കിടന്നതാ? അതാ ശരി എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് അറിഞ്ഞില്ല. പിന്നെ പാമ്പിന്റെ വാല കിട്ടുന്ന പോലെ തുമ്പ് പിടിയിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു ഞാൻ മുടി കിടന്നാ കാണാൻ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിൽ ചെല്ലാൻ 14,000 വർഷമെടുക്കും. 14,000 വർഷം. അവിടെ എത്താൻ സമയം എത്ര പിടിക്കും? ഇന്ന് കണ്ടുപിടിച്ച ഗ്രഹങ്ങളിലേക്ക് പോകാൻ ശാസ്ത്രം പറയുന്ന പൊക്കോ. പോകുമ്പം പോണ വഴി നിങ്ങളുടെ ഭാര്യയും ഭർത്താവിനും മക്കളുണ്ടായി, നിങ്ങൾ മരിച്ച് അവരെ കല്യാണം കഴിച്ച് പിന്നെ എവിടെയെങ്കിലും വല്ല ആകാശത്തിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ പെട്രോൾ അടിച്ച് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഭൂമി ചെല്ലുമ്പോഴേക്കും 7ാം തലമുറയാണ് അവിടെ ചെല്ലുന്നത്. എന്ന് 14,000 കൊല്ലം കഴിഞ്ഞ് ഭൂമിക്ക് നക്ഷത്രത്തിൽ ചെല്ലാം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, കാഹളനാദം കേട്ടാൽ
ദൈവസഭ പോകുന്നത് കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ആറ്റമിനിടയിൽ നിന്നെ നിത്യതയിലെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ യേശു പറയുന്നു, ഇത് ഇളകാറായി, യേശു വരാറായി. ഞാൻ അവസാനിപ്പിക്കട്ടെ ബഹുമാന്യ ശ്രോതാക്കളെ. അതുകൊണ്ട് ഈ ലോകരാജ്യം ഇളകുന്നെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ യശസ്സുയർത്തിയ ഒരു പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായി, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം അമേരിക്കയിൽ ചെന്നു. അദ്ദേഹത്തെ ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കി. അപ്പോ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്ര സാഹിത്യകാരന്മാരൊക്കെ രംഗത്ത് വന്നിച്ച് പറഞ്ഞു, 135 കോടി ആളുകളുടെ ഉടമസ്ഥനെ, പ്രഥമ പൗരനെ അവിടെ ദേഹ പരിശോധന ചെയ്ത് ശരിയായില്ല, നാണക്കേടായി. 35 കോടിയുടെ ആളിഞ്ഞോട്ട് വാ, ഞങ്ങൾ ഇവിടെ തടയുമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ മാന്യനാണ്ട് പ്രത്യക്ഷപ്പെട്ട് വെച്ച് പറഞ്ഞു പിന്നെ പത്രമാധ്യമങ്ങളിൽ, കുറ്റം എന്റേതാണ്. എന്താ കുഴപ്പം? VIP-കൾ കടന്നു പോകേണ്ട ഒരു വാതിലുണ്ട്, ഗ്രീൻ ചാനൽ. ആ വാതിലൂടെ പോയാൽ തടയില്ല, ആർക്കും അവിടെ തടയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുറിച്ച് വിനയാന്വിതനായി സാധാരണ ജനങ്ങൾ കടന്നു പോകുന്ന വാതിലൂടെ പോയത് കൊണ്ട് അവർ തടഞ്ഞു, അത്രേ ഉള്ളൂ. വല്ലം മനസ്സിലായോ? 135 കോടി ആളുകളുടെ ആരാധ്യ പുരുഷനായിരുന്ന ബഹുമാനിക്കപ്പെടേണ്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പോലും 35 കോടി ആൾ അമേരിക്കയിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുത്തെ പൗരത്വം പോരാ. ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കാതെ അവിടെ കാലുകുത്താൻ പറ്റില്ല എങ്കിൽ സ്വർഗരാജ്യം ട്രംപിന്റെ വകയല്ല, സ്വർഗരാജ്യം വ്ളാഡിമിർ പുടിന്റെ അല്ല, സ്വർഗരാജ്യം ബ്രെക്സിറ്റിന്റെ അല്ല, സ്വർഗരാജ്യം UK-യുടെ അല്ല, സ്വർഗരാജ്യം ഐക്യരാഷ്ട്ര സംഘടന നേതാക്കന്മാരുടെ അല്ല, സ്വർഗരാജ്യം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അല്ല, സ്വർഗരാജ്യം OPEC സംഘടനകളുടെ അല്ല, സ്വർഗരാജ്യം യൂറോ ശക്തികളുടെ അല്ല, സ്വർഗരാജ്യം ഒരു ഏഷ്യൻ സംഘടനയുടെ അല്ല, സ്വർഗരാജ്യം സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് യേശു ക്രിസ്തുവാകയാൽ ഇന്ന് രാത്രി യേശു പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ, നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ നീ എന്റെ രാജ്യത്തിൽ കാലുകുത്തുകയില്ല. സജൻ വന്നോ? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. ഏതാ? ലോകരാജ്യം അസ്തമിക്കാറായി. ഇത് പാടും. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ പ്രിയപ്പെട്ടവരെ.